ശരി, അപ്പൊ നമ്മള് ഗുഡ് ഈവനിങ് ഓൾ ഓഫ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എല്ലാവരും എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മള് കോസി സ്റ്റാറ്റിക് പ്രോസസ്സ് 4 തരം പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 4 തരം പ്രോസസ്സ് പഠിച്ചില്ലേ? റിപ്ലൈ ചെയ്യൂ കുട്ടികളെ. ഏതൊക്കെയാണ് ആ പ്രോസസ്സ് ഒന്ന് പറയൂ. കോസി സ്റ്റാറ്റിക് പ്രോസസ്സ് ഒന്ന് പറയൂ കുട്ടികൾ. കോസി സ്റ്റാറ്റിക് പ്രോസസ്സ് ഒന്ന് പറയൂ, കേൾക്കട്ടെ. അന്ന മോളതിനകത്തില്ലേ? അന്ന മൈക്ക് ഓണാക്കിയേ. അന്ന മൈക്ക് ഓണാക്കും മോളെ. അന്ന ഇല്ല. മോസിന. അന്ന മോളെ കോസി സ്റ്റാറ്റിക് പ്രോസസ്സ് 4 പേരൊന്ന് പറഞ്ഞേ. ഐസോകോറിക്, ഐസോബാരിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക്. മക്കളെ, ഇതിനകത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട 2 പ്രോസസ്സുകളാണ് ഐസോതെർമലും അഡിയബാറ്റിക്കും. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കേട്ടാ അന്ന? ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? തന്നെ പറയാം. അന്ന മൈക്ക് ഓണാക്കി വെച്ചു മോളെ. അന്ന മോളെ മൈക്ക് ഓണാക്കി വൈ. നമ്മുടെ മോഹസിനല്ലേ? മോഹസിനകത്തില്ലേ? സർ മോഹസിനല്ല, ഫൗസിൻ. എടാ ഫൗസിനെടാ, ഇത്തിരി വേണ്ട കേട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേ, സമയങ്ങൾ പോണടേ. സാർ മുകളിൽ എഴുതുമ്പം മുകളിലത്തത് കാണുന്നില്ല സാർ, കുറച്ചുകൂടെ താഴോട്ട് എഴുതുന്നത്. ഒരു സെക്കൻഡ് വേണം. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. ഞാൻ ഒന്ന് ക്യാമറ ഈ പിള്ളേര് മിണ്ടാതിരുന്ന ഈ പിള്ളേര് എന്തോന്ന് പിള്ളേര്. ഇപ്പൊ മേലെ എഴുതി കാണാമോ? കാണാം സാർ, കാണാം. ശരി ഓക്കെ. എടാ മോസിനെ, നിനക്ക് സമ്മാനം വേണ്ടടാ? നീ ഇങ്ങനെ മിണ്ടാതിരുന്ന മതിയാ? വേണം. വേണമെങ്കില് നമ്മള് 4 പ്രോസസ്സിൽ എത്ര പ്രോസസ്സാ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള പറ? ഐസോതെർമലും അഡിയബാറ്റിക്കും. അപ്പൊ നമുക്ക് ഐസോതെർമലിന്റെ വർക്ക് ഡൺ ഒന്ന് കാണാം. എടാ വർക്ക് ഡൺ കാണാമോടാ? മോസിനെ വർക്ക് ഡൺ കാണാം ഐസോതെർമലിന്റെ? കാണാം. ശരി, എല്ലാരും എഴുത്. ഐസോതെർമൽ വർക്ക് ഡൺ. ഇവിടെ ആൻസർ ഉണ്ടാ? ഇത് കുഴപ്പമില്ല. ഒരെണ്ണത്തിന് അല്ലേ? ശരി, ഐസോതെർമൽ വർക്ക് ഡൺ. ഹെഡിങ് എഴുതിയാ? ഫൗസിൻ ഹെഡിങ് എഴുതിയാ? എഴുതി. ശരി. എടാ സ്മോൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്മോൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഫൗസിനെ, പ്രഷർ ഇൻറ്റു വോളിയം തന്നെ വർക്ക് ഡൺ. സാർ വീണ്ടും മുകളിൽ ഇച്ചിരി കണ്ടൂടാ സാർ? ക്യാമറ കുറച്ചുകൂടി ഒന്ന് പൊന്തിക്കോ? ഓക്കെ നിക്കണേ, എനിക്ക് മേൽഭാഗം വേണം. ഇപ്പൊ ഓക്കെ. എടാ സ്മാൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പറ? പി ഡെൽറ്റ വി. മിടുക്കൻ. ഞാൻ പി വി എന്ന് എഴുതി നിന്നെ നിന്ന് എടുക്കാൻ. നമുക്ക് ഡെൽറ്റയ്ക്ക് പകരം ഡി കൊടുക്കട്ടാടാ. സ്മോൾ വോളിയം. ഇത്രയും ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? എടാ നീ മൈക്ക് ഓഫ് ചെയ്യരുത്. എടാ ചെറിയ വർക്ക് ഡൺ അറിയാമെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണെടാ? ടോട്ടൽ വർക്ക് ഡണിന് സ്മാൾ വർക്ക് ഡൺ നമുക്ക് DW എന്ന് ഇട്ടു, ടോട്ടൽ വർക്ക് ഡൺ W എന്ന് ഇട്ടു. എന്ത് ചെയ്യണം അറിയാന്നുള്ള ആർക്കാണോ പറയാം? അറിയാന്നുള്ള ആർക്കാണോ പറയാം? ഫൗസിൽ അറിയില്ലെങ്കിൽ അറിയില്ല. സാർ ചോദ്യം ഈ ടോട്ടൽ സ്മാൾ വർക്ക് ഡൺ DW = PD എങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാനുള്ള വഴി എന്താണ്?
അന്നയ്ക്ക് ഇന്റഗ്രേറ്റ് പറയാം. ചെയ്താ പോരെ. മെടുക്കൻ, നീ പുലിയാണടാ, പുലി. നീ നിസ്സാരനല്ല. ഇന്റഗ്രൽ പി ഡി വി. ഓക്കെ. അപ്പൊ നമ്മളെ സിലിണ്ടർ, ഒരു സിലിണ്ടറിനകത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ വെള്ളം തിളച്ച് പാല് തിളച്ച് മുകളിലോട്ട് പോകും. ആദ്യം ഉണ്ടായിരുന്ന വോളിയം V1 നിന്ന് കുറേ ഉയരം വരെ പോകും, V2 വരെ പോകും. അതുകൊണ്ട് നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി കൊടുക്കണം. മൗസിൻ സാർ ലിമിറ്റ് കൊടുത്തത് മനസ്സിലായ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പറയൂ. മൗസിൻ ക്ലിയർ ആയടാ? പറയടാ, നീ മൈക്ക് ഓഫ് ചെയ്യല്ലേ? ക്ലിയർ ആയാ? സർ ക്ലിയർ ആണ്, ക്ലിയർ ക്ലിയർ ആണ്. ആയടാ? എടാ, നമുക്ക് ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇതില്? ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഇതിലെ ഡിയോടൊപ്പം എന്ത് കിടക്കുന്നു അതിനെ വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഡിയോടൊപ്പം എന്താണ് മൗസിന് കിടക്കുന്നത്? വോളിയം, വോളിയം. ആരെങ്കിലും പറയുന്നടാ ആ വോളിയം വി. എടേ, ബാക്കിയുള്ള പിള്ളേർ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. നിങ്ങൾ പറ ആൻസർ പറയണം. അറിഞ്ഞൂടാ സാറെന്ന് പെട്ടെന്ന് പറയണം. എന്നാലേ നമുക്ക് സ്പീഡിന് ക്ലാസ് എടുക്കാൻ പറ്റൂ. അന്നമോളെ, അന്നക്കുട്ടി, ആ മൈക്ക് ഓൺ ആക്കി വൈ, ഓഫ് ചെയ്യല്ലേ. അന്ന സർ. അന്ന മൈക്ക് മക്കൾ ഓൺ ആക്കി വൈ, വീണ്ടും ഓഫ് ചെയ്ത്. മക്കള് മൈക്ക് ഓൺ ആക്കി വൈ, കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കി വൈ. ഫൗസിൻ മൈക്ക് ഓൺ ആക്കി വൈ. രണ്ടുപേരും മൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കി വൈ, ഓഫ് ചെയ്യാതെ. ഓക്കെ. അന്നയുടെ മൈക്ക് ഓഫാണ്. അന്നക്കുട്ടി മൈക്ക് ഓൺ ആക്കി വൈ മോളെ. സർ വേറെ സൗണ്ട് ഒക്കെ കേൾക്കില്ല. വേറെ സൗണ്ട് നോക്കട്ടെ. ഒന്നും കേൾക്കണില്ല. നിന്റെ വീടൊക്കെ വളരെ സൈലന്റ് ആണ്. ചെറിയ വാവയുണ്ടോ അവിടെ? ഇല്ല. വാവ ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാണ് ബഹളം കാണിക്കുന്നത്? നീ തന്നെ ആയിരിക്കും ബഹളം കാണിക്കുന്നത്. അല്ലാതെ വളരെ സൈലന്റ് ആയിട്ടൊരു വീടാണ്. അന്നമോള് മൈക്ക് ഓൺ ആക്കി വൈ. അവിടെ വേറെ സൗണ്ട് ഒന്നും ഇല്ല. ഇനി ആരെങ്കിലും സൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ പറ, സാർ വഴക്കുറയൊന്ന് പറ. കേട്ടാ മക്കളെ? കേട്ടാ? അന്നക്കുട്ടി മൈക്ക് ഓൺ ആക്കടാ. ഫൗസിൻ പോയാ? ആരെങ്കിലുമൊക്കെ ഓണാക്കി തന്നാലേ പറ്റൂ. ഇവിടെ നീ മാത്രമേ നിൽക്കുന്നുള്ളൂ. നിന്റെ കൂട്ടുകാരെ അഖിൽ എന്ത് പറ്റിയോ അവനൊക്കെ? അഖിലെ മൈക്ക് ഓൺ ആക്കടാ. ഉണ്ട് സാർ. ഇനി നീ ഓഫ് ചെയ്യരുത്. നീ ഇനി മൈക്ക് ഓഫ് ചെയ്യരുത്. നീ അവിടെ ഓണാക്കി നിൽക്കണം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഇവിടെ വേറൊരു പേര് പറയടാ അഖിലെ. നിന്റെ ശത്രുവിന്റെ പേര് പറ. ഇപ്പൊ പറയാം. ആ, ഇത്ര ശത്രുക്കളാടാ, അത്ര നേരം കൊണ്ട് ഓർക്കണം. സാർ ഋതു. ഋതു കൃഷ്ണ. കൃഷ്ണ എന്നെന്താ പേര്? ഋതു കൃഷ്ണ എന്നാണ് വെറും ഋതു ആണോ? നീ മൈക്ക് ഓൺ ആക്കിയില്ല. അഖില മൈക്ക് ഓൺ ആക്ക്. ഓഫ് ചെയ്യരുത്. മൈക്ക് ഓൺ ആക്ക്. ശരി. എടേ, നിങ്ങൾ മൂന്നെണ്ണം എന്ത് പൊട്ടത്തരം വേണോ വിളിച്ച് പറഞ്ഞോളാം കേട്ടാ. സാർ ശ്രീഹരി ഉണ്ട്. ഇനി ഇത്തിരി നേരം അവൻ റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പിടിക്കാം. അപ്പൊ 3 പേരും എന്റെ കൂടെ നിന്നോളാം. ഈ V1 to V2 PdV ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം പറയൂ? ഡെൽറ്റയിനെ. വോളിയം ഇന്റഗ്രേറ്റ് ചെയ്യണം. വോളിയത്തിനാ? ഇവിടെ മക്കളെ ഇതിന്റെ മുമ്പിൽ വോളിയം ഇല്ലല്ലോടാ. ആരേ ഉള്ളൂ പറ. ഡിവിയുടെ മുമ്പിൽ വോളിയം ഇല്ലല്ലോ. ആരേ ഉള്ളൂ? പോയി. യവന്മാര് മൈക്ക് ഓൺ ആക്കി യവന്മാർക്ക് പേടിയാണ്. പറയണം നിങ്ങൾ എന്ത് പൊട്ടത്തരം വേണോ എന്ന് പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടി പറയോ? കേട്ടില്ല, സ്റ്റക്കായി. വോളിയത്തിനല്ലേ? അയ്യോ, അതുകൊണ്ട് ഡിവി കൊണ്ട് വോളിയത്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇതിന്റെ മുമ്പിൽ വോളിയം ഉണ്ടാടാ? ഇല്ലല്ലോ. അവിടെ പി അല്ലേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രേഷൻ നടത്താൻ പറ്റുമോ? ഇതില് വിളിച്ചു പറഞ്ഞാ മതി. ഇന്റഗ്രേഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. ഇന്റഗ്രേഷൻ നടത്താൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മള് ആരാണ്? നമ്മളങ്ങനെ വിട്ടുകളയോ? ഇല്ല. നമ്മള് ബുദ്ധിമാന്മാരാണ്. നമ്മൾ അങ്ങനെ ഇന്റഗ്രേഷൻ നടത്താൻ പറ്റൂലെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ നടത്തും. എങ്ങനെ നടത്തും? ഇക്വേഷൻ ഫോർ ഐസോതെർമലിന്റെ ഇക്വേഷൻ ഏതാണെന്ന് പറയാമോ? കഴിഞ്ഞ ദിവസത്തെ നോട്ടിൽ ഗ്രാഫിന്റെ താഴെ ഐസോതെർമലിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് ഐസോതെർമലിന്റെ ഇക്വേഷൻ? നോട്ട് നോക്കി പറയണേ.
സാർ ആ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ആണോ? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂവിന്റെ ഏറ്റവും മേളില ഗ്രാഫിന്റെ താഴെ എല്ലാ 4 ഗ്രാഫിന്റെ താഴെ 4 ഇക്വേഷൻ കിടപ്പുണ്ട്. അറിയാന്നുള്ള ഏത് കുട്ടിക്കും പറയാം. ഈ പാവങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും പറയാം. അന്നമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓണാക്കിയിട്ട് പറയാം. മിസ്റ്റർ ബൗസിൻ കാണുന്നില്ലേടാ? ബൗസിൻ ഗ്രാഫിന്റെ താഴെ സാർ ഒരു ബ്ലർ ആയിട്ടാണ് കാണുന്നത്, ഒരു ക്ലാരിറ്റി പോരാ. എടാ നിന്റെ കണ്ണിക്കുത്തി ഞാൻ പൊട്ടിക്കും. ഇവിടെ എഴുതിയതല്ല, നിന്റെ നോട്ട് ബുക്കിൽ ഇങ്ങനെടാ ബ്ലാഡ് ആയിട്ട് കാണുന്നത്. ഇവിടെ ഞാൻ ഒന്നും എഴുതിയില്ലടാ, എനിക്ക് വൈകി നിന്നെ കൊണ്ട് ഒന്നും എഴുതിയില്ല. ഇത് നിന്റെ നോട്ട് ബുക്കിലെ കാര്യം ചോദിക്കണം. നിനക്ക് ബ്ലേഡ് ആയിട്ട് കാണണമെങ്കിൽ അപ്പൂവിന്റെ കണ്ണാടി മാറ്റി വെച്ച് നോക്കുക. എന്തിനാ കാണുന്ന? ഗ്രാഫ് വരച്ചിട്ടുണ്ടാ? അതിൽ ഗ്രാഫ് വരച്ചിട്ടുണ്ടാ? ആ ഗ്രാഫിന്റെ തൊട്ട് താഴെ നോക്കണം. എന്താ എഴുതിയിരിക്കണം? ഇതിൽ 1-2 പെൺപിള്ളേർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ, പക്ഷെ അവളുകൾ മിണ്ടത്തില്ല. അതിന്റെ അടിയില് കോൺസ്റ്റന്റ്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. മതി കിട്ടിക്കഴിഞ്ഞോ? പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, NRT. ശരി എന്നെ മോനെ? ഐസോതെർമലിന്റെ ഇക്വേഷൻ ആണ് പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ശരി എന്നല്ലോ? മിടുക്കൻ. ഇത് ആരാണ് പറഞ്ഞത്? അഖിലാണോ പറഞ്ഞത്? ബൗസിന്. അപ്പൊ ബൗസിന് കുറെ കാഡ്ബറീസ് അടിച്ചോണ്ട് പോകുമെന്നാണ് തോന്നണം. മലപ്പുറത്ത് ഞാൻ ലോറി പിടിച്ച് വരേണ്ടി വരുമെന്നാണ് തോന്നണം. അപ്പൊ പി വി ഇസ് ഈക്വൽ ടു കെ. നമുക്ക് പിക്കല്ലേടാ കുഴപ്പമുള്ളത്? അല്ലേടാ ബൗസിനെ? അഖിലേ, പിയെ നമുക്ക് മാറ്റിക്കളയാം. എന്തൊന്ന് മാറ്റിക്കളയാം? വേറെ കൊച്ചുങ്ങളെ അങ്ങോട്ട്. പി വി കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക. എടാ പി ഇവിടെ ഇട്ടിട്ട് വി അപ്പുറത്ത് കൊണ്ടുപോടാ. കെ ബൈ വി തന്നെ. അങ്ങനെ ഇപ്പോഴും ബ്ലേഡ് ആയിട്ടേ കാണണോടാ? ബോർഡ് കാണണില്ലേടാ? കണ്ട് നല്ല ഉത്തരം കിട്ടിയല്ലോ. മലപ്പുറം വരെ കേൾക്കണ. അതിൽ ഞാൻ ഉച്ചത്തിൽ വിളിക്കേണ്ടി വരെയാണ്. എന്റെ അമ്മോ. അപ്പൊ പിക്ക് പകരം ഞാൻ ഈ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ അനുഗ്രഹത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയും പിക്ക് പകരം ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. ഇന്റഗ്രൽ V1 to V2. പിക്ക് പകരം K by V PV. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാർ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരു മാത്സിന്റെ അതിസങ്കീർണമായ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. എടാ, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. എത്രയാണ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ? x raised to 2 + 1 divided by 2 + 1 തന്നെയാടേ. ഇതറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടാടേ? ഇല്ല. അതായത് ഇന്റഗ്രൽ അത് കഴിയുമ്പോ x³/3. ഇതെല്ലാവർക്കും അറിയാം. ഇന്റഗ്രൽ 1/x² വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ 1/x²ന്റെ x² അടുത്ത് മേളിൽ കൊണ്ടുപോകും. അപ്പൊ x raised to -2. എന്നിട്ട് ഇന്റഗ്രേഷൻ നടത്തുമ്പോ -2 + 1 divided by -2 + 1 തന്നെയാടാ. തന്നെയാടാ. ഇത് അപ്പൊ ഇന്റഗ്രൽ 1/v² ആയിരുന്നു വന്നതെങ്കിൽ v raised to -2 എന്ന് എഴുതിയിട്ട് v raised to -2 + 1/-2 + 1. ഡൗട്ട് ഉണ്ടോ കൊച്ചുങ്ങളെ? ലാസ്റ്റ് നടന്ന ഒന്നുകൂടി പറയും. എച്ചിന് വരെ വി ഇട്ടടാ. എന്തിനു പറയാ? എച്ചിന് വരെ വി ഇട്ട്. ബാക്കിയല്ല അതുപോലെ തന്നെ. ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/v അല്ലേ? ഈ v എടുത്ത് എവിടെ കൊണ്ടുപോവാം? പോയി. എടാ, താഴെ v² വന്നപ്പോൾ മേളിൽ കൊണ്ടുപോകും. അത് തന്നെ. v² വന്നാൽ നമ്മൾ v² മേളിൽ കൊണ്ടുപോയി v raised to -2 എന്ന് എഴുതി. v³ വന്നാൽ നമ്മള് ആ v³ മേളിൽ കൊണ്ടുവന്ന് v raised to -3 എന്ന് എഴുതും. അതുപോലെ v വന്നാൽ നമ്മൾ മേളിൽ കൊണ്ടുവന്ന് എന്തെന്ന് എഴുതും? പറയൂ, എല്ലാരും പറയൂ, എന്തെന്ന് എഴുതാം? -1. -1. പക്ഷേ
ഇന്റഗ്രേഷനിൽ വി വന്നാൽ, അതായത് ഡിനോമിനേറ്ററിൽ എക്സ് മാത്രം വന്നാൽ അങ്ങനെ എഴുതിക്കൂടാ. സാറ് പറഞ്ഞ മനസ്സിലായ? ഇന്റഗ്രൽ 1/x dx എന്ന് വന്നാൽ x⁻1 എന്ന് എഴുതിക്കൂടാ. മനസ്സിലായാടാ സാറ് പറഞ്ഞത്? എന്താ എഴുതാൻ പറ്റാത്ത? അതിന് വേറൊരു നിയമമുണ്ട്, അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പൊ നിനക്ക് ഒരു ആകാംക്ഷ വന്നു, അതെന്തിനു എഴുതും സാറേ? അത് ലോഗരിതം, ലോഗ് താഴെയുള്ള എക്സ് ഇതുപോലെ എഴുതും, ലോഗ് എക്സ് ബേസ് ഇ. അപ്പൊ നിങ്ങൾക്കൊരു അതിശയം വന്നു. എന്ത് അതിശയം വന്നു? സാറേ ഇതെന്താണ് സാർ ലോഗരിതം? വന്നില്ലേടാ? വന്നു. ആ ചെറിയ ഈ എന്താന്നും വന്നു. അതെന്താ ചെറിയ സാറേ ലോഗരിതം എന്തിനാണോ എന്തോ താഴെ ആയിട്ടൊരു ഈയം വന്നു. ഇത് വല്ലാത്ത കുഴപ്പത്തിലേക്ക് പോവേണല്ലോ മക്കളെ. പണ്ട് കാലത്ത് ഇത് കമ്പ്യൂട്ടർ, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ ഇവ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ അല്ലേ? ഇതിന് ആ സമയത്ത് 1.08 ഹോൾ ക്യൂബ് ഇൻറ്റു 3.46 ഹോൾ സ്ക്വയർ അതിന്റെ റൂട്ട്, ഇങ്ങനെ ഒരു കണക്ക് വന്ന അന്നത്തെ ആളുകൾ മണിക്കൂറുകളോളം എന്ത് ചെയ്യേണ്ടി വന്നനെ? പല കുഞ്ഞുങ്ങളെ മണിക്കൂറോളം കണക്കേണ്ടി വരും. കണക്കേണ്ടി വന്ന് റൂട്ട് എടുക്കാൻ പോണ അവന്മാരൊരു പരുവായന്. പക്ഷെ ആ കാലത്തും ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ ലോഗരിതം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇത്തരം വലിയ കണക്കുകൾ വളരെ നിസ്സാരമായി നിമിഷ നേരത്തേക്ക് കണ്ടെത്തുമായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ലോഗരിതം വെച്ച് എങ്ങനെ സാറേ കാണുന്നത്? ഈ ലോഗരിതം വെച്ച് എത്ര വലിയ കണക്കും ചെറിയ രൂപത്തിൽ ചെയ്യാനായിട്ട് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് +1 ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സിൽ. ആ ചാപ്റ്ററിന്റെ പേരാണ് ലോഗരിതം. ഇപ്പൊ നിങ്ങളെ മാത്സിൽ ലോഗരിതം ഉണ്ടാ? ഇല്ല. ഇപ്പൊ ഇല്ല. എന്തുകൊണ്ട് ഇപ്പൊ ഇല്ലാതായി? തന്നെ കൊറോണ വന്നതുകൊണ്ടാണ് അത് ഇല്ലാതായത്. ചത്തുപോയി. കൊറോണ മറ്റേ കോവിഡ് പിടിച്ച് ലോഗരിതം ചത്തുപോയി. എടാ ഇപ്പൊ നമ്മളതിൽ കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടറിന്റെ ലോകമല്ലേടാ. അപ്പൊ ഈ ലോഗരിതം ഉപയോഗിച്ച് ചെയ്യുന്നവരുടെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. മനസ്സിലായ? അതാണ്. അല്ലാതെ കൊറോണ വന്ന് ചെത്തതല്ല ലോഗരിതം. എടാ ഒരു സെക്കൻഡ് കണ്ട, എന്റെ ഇളയ മോള് നിങ്ങളെ കൂടെ ഇരുന്ന് എഴുതുന്ന കണ്ടാടാ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ട? നിങ്ങളെ കൂടെ എന്നും വന്നതായി ക്യാമറയിൽ അടുത്തിരുന്ന് നോക്കി എഴുതും. നിങ്ങളെ പോലെ ഒരു കുന്തം എഴുതി കാണൂല അതിനകത്ത്, ബ്ലാങ്ക് ആയിരിക്കും നോട്ട്. പാവം മക്കളെ. അവക്കൊരു സന്തോഷം വന്നിരുന്ന് എഴുതുമ്പോ. അപ്പൊ ഇതായത് വലിയ രീതിയിലുള്ള കണക്കുകളൊക്കെ എളുപ്പമായി ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ലോഗരിതം. ആ ലോഗരിതം ബേസ് 10 ഉണ്ട്. 10 എന്ന് പറയാൻ നമ്മുടെ എണ്ണൽ സംഖ്യയിൽ ഉപയോഗിച്ച് ചെയ്യാം. ബേസ് 16 ഉണ്ട്. അതായത് 10 വരെയുള്ള സംഖ്യയല്ല, അതിന് വേറെ 1 മുതൽ 16 വരെയുള്ള ഉപയോഗിച്ച് ചെയ്യും. ബേസ് 2 ഉണ്ട്. ബേസ് എക്സ്പൊണൻഷ്യലുണ്ട്. ഇതൊക്കെ കണക്ക് ചെയ്യാനുള്ള ചില സങ്കേതങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ലോഗരിതം എന്ന് പറയുന്നത് സങ്കീർണമായ കണക്കുകൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതിനൊരു ചെറിയ കൈപ്പുസ്തകമൊക്കെ ഉണ്ട്. നമ്മളെ ഡിക്ഷണറി ഇംഗ്ലീഷുകാരന്മാർ നമ്മുടെ മീനിങ് നോക്കുന്നത് പോലെ ലോഗരിതം ടേബിൾ എന്നൊരു ടേബിളൊക്കെ ഉണ്ട്. നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ പണ്ട് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ ഈ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചാണ് കണക്കും ഫിസിക്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കേട്ടോ? നിങ്ങളുടെ ബാപ്പയും ഉമ്മയും എല്ലാവരും പണ്ട് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ലോഗരിതം ടേബിൾ എന്ന് പറഞ്ഞൊരു ചെറിയ കൈപ്പുസ്തകം ഉപയോഗിച്ചാണ് അവർ കണക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ലോഗരിതം മാത്തമാറ്റിക്സിൽ പഠിക്കാനും ഉണ്ടായിരുന്നു. ക്ലിയർ ആയ? യെസ് സർ, ക്ലിയർ ആണ്. ഇനി ലോഗരിതം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത്രയും ഐഡിയ വെച്ചുകൊണ്ട് ലോഗരിതം ഹൗ ക്യാൻ ബി സ്റ്റഡി ലോഗരിതം, അല്ലെങ്കിൽ ലോഗരിതമിക് സ്റ്റഡി എന്ന് പറഞ്ഞ് ലോഗരിതമിക് ടേബിൾ ആൻഡ് ദ റൂൾസ് എന്ന് പറഞ്ഞ് ആ യൂട്യൂബ് ചങ്ങാതിയുടെ അടുത്ത് വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തോണ്ടിയാൽ അതിനകത്ത് യൂട്യൂബിൽ നല്ല ക്ലാസ് കിടപ്പുണ്ട് ലോഗരിതം. ഇനിയിപ്പോ സാറ് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ ഇനി ഒരു 3 മണിക്കൂർ എനിക്ക് കിട്ടിയാലേ ലോഗരിതം ടേബിൾ വെച്ച് നിങ്ങൾക്ക് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ?
ഇത്രയും ക്ലിയർ ആയ? ഓക്കെ. ശരി മക്കളെ, അപ്പൊ 1/x log x എന്ന് എഴുതുമ്പോലെ ഇവിടെ ഒരു 1/v കിടക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അതിനെ 1/v ആക്കി കളയാം. കോൺസ്റ്റന്റിനെ പുറത്തെടുക്കണം. ഇന്റഗ്രേഷൻ w = k പുറത്തെടുത്തു, ഇന്റഗ്രൽ v1 to v2 1/v dv. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കുഞ്ഞുങ്ങളെ ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. എങ്കിൽ w = k into 1/v ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം log of v എന്ന് കിട്ടും, ബേസ് ഇ എന്ന് കിട്ടും. ബേസ് ഇയെ നമ്മൾ പിന്നെ ബേസ് 10 മാറ്റും, അത് പിന്നെ ചെയ്യാം. എന്നിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എടുത്ത് വലതുവശത്ത് ഇങ്ങനെ കൊടുക്കും. അത് നമ്മൾ ഇന്റഗ്രേഷന്റെ വലതുവശത്ത് കൊടുക്കുന്നതാണ്. v1 to v2. ഇത്രയും ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ പറ? യെസ് സർ, ക്ലിയർ. എടാ ഇനി വിക്ക് വരെ അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് വിക്ക് വരെ ഏത് കൊടുക്കണം? ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ്. അപ്പൊ w = k into log e v2 minus log e v1. ക്ലിയർ ആയ? ഇനി അതിന്റെ താഴെ എഴുതിയ ഓള് കാണാൻ പറ്റുമോ? പറ്റൂലല്ലോ മക്കളെ. കപ്പം ഇല്ല, അതിന്റെ താഴത്ത് കാണൂല. പറ്റൂലെങ്കിലും നമ്മൾ ബുദ്ധിയുള്ളവരാണ്, നമ്മൾ നിസ്സാരന്മാരല്ല. ഞാൻ ആ ബോർഡ് ഇങ്ങനെ നീക്കും. അപ്പം ബാക്കിയുള്ളത് എഴുതിയില്ല സാറേ എന്ന് പറയണ്ട, ഞാൻ അതിനെ അവസരം തരാം. ഓക്കെ 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 ഓക്കെ. ഞാൻ അതിൽ ബുദ്ധിയുള്ള ആളാണ്, നിങ്ങളെ പോലെ തന്നെ. അപ്പോ w = മക്കളെ വേറൊരു കാര്യം ഉണ്ടടാ. ഈ ലോഗരിതത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ലോഗ് a മൈനസ് ലോഗ് b വന്നാൽ ലോഗ് ഓഫ് a/b എന്നാണ്. ലോഗ് a പ്ലസ് ലോഗ് b വന്നാൽ ലോഗ് ഓഫ് a ഇൻറ്റു b എന്നാണ്. ഇത്രയും ക്ലിയർ ആയ? നമുക്ക് ലോഗ് a മൈനസ് ലോഗ് b പോലെയല്ലേ വന്നേക്കാം, v2 മൈനസ് v1 തന്നെ. അതുകൊണ്ട് k into log of v2 by v1 base e എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ ആയ? ലോഗ് ടു ഇ അല്ലേ? ഇവിടെ ലോഗ് ടു ഇ ഇതാ കിടക്കുന്നുണ്ട്. അതാണ്ട് ഒരു താഴെ ഒരു ഇ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ആണല്ലോ, മുന്നോട്ട് പോകാമല്ലോ. എടാ കൊച്ചുങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. PV = അല്ലേ? ഒരു പേനോടുന്നാ എടാ അതിലെടാ പേനയൊന്നും ഇല്ലാതെടാ നീ അവിടെ ഇരുന്നത്. എടാ ദുഷ്ട, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വേസ്റ്റ് ആയ? നീ എഴുതി കഴിഞ്ഞു സാർ, ഒരു പേന എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞപ്പോ നിന്റെ പേന എങ്ങോട്ട് ഓടിക്കളഞ്ഞതാ? ഇങ്ക് കഴിഞ്ഞു സാർ, ഇങ്ക് കഴിഞ്ഞു. പേനയുടെ ഇങ്ക് കഴിഞ്ഞോ? അച്ചോ, നീ ആള് കൊള്ളാല്. 1 2 3 4 5 6 വരി എഴുതിയപ്പോ പേനയുടെ ഇങ്ക്. മലപ്പുറത്ത് ഏത് കടയിൽ? അല്ല സാർ, ഇതിനു മുമ്പ് ക്ലാസ് ഭയങ്കര ഇത്താണ് സാർ. അത് ശരി. എടാ നിങ്ങൾക്ക് വേറെ രസം അറിയാമോ? നിങ്ങളെ ഈ മലപ്പുറത്തിന്റെ അടുത്താണ് പാലക്കാട്. ഞാൻ പാലക്കാടത്തെ എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഞാൻ അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഞാൻ ഒടിവേല പഠിച്ചു. ഒടിവേല എന്ന് പറഞ്ഞാ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ അഖിലെ നിന്റെ വീട്ടിന്റെ ആ മുന്നിലത്തെ ആ കഥക് തുറന്നല്ലേ ഇടാ കിടക്കണത് തന്നെ? അല്ല. എന്നാ അടുക്കളയിലെ കഥക് തുറന്നു കിടപ്പുണ്ട്. എവിടെയോ ഒരു കഥക് തുറന്നു കിടപ്പുണ്ടല്ലോ, നീ നോക്ക് വെളിയിലോട്ട്. ആ ഗേറ്റ് നടക്കുന്നുണ്ട്. ഗേറ്റ് അല്ലല്ലേ, നിന്റെ വീട്ടിലെ വെളിയിലത്തെ ബാക്കിലത്തെ കഥകോ? അതോ ആ കഥകിന്റെ അവിടെ വന്ന് നീ വെളിയിലോട്ട് നോക്കുമ്പോ ഞാൻ ഒടിവേല പഠിച്ചത് കൊണ്ട് ഞാനൊരു മാൻപേടയായി അതുവഴി ഓടിപ്പോകും. സാർ മാനു വേണ്ട സാർ, എലി മതി. എലി സിനിമ കണ്ടു വരികയാണോ? ഞാൻ സിനിമ കണ്ടിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ
എനിക്ക് ഈ ഒടിയനെ കുറിച്ച് അറിയായിരുന്നു. ഞാൻ പിന്നെ ആ സാറാ സിനിമ സിനിമ പൊട്ടിയ സിനിമ കേട്ടോ. ഇവിടെ പൊട്ടിയ സിനിമയാണെങ്കിലും തേൻകുറിശ്ശിയിലൊക്കെ ഞാൻ വന്നടാ. തേൻകുറിശ്ശിയും അതുപോലെ തന്നെ മറ്റേ ഇവിടെ ഉണ്ടല്ലോ പാലക്കാട് മറ്റേ ഉണ്ടല്ലോ മറ്റേ എവിടെ എവിടെ പാലക്കാട് ഞാൻ പറഞ്ഞുതരാം. ആ സ്ഥലത്തിന്റെ പേര് സീതാർകുണ്ടൊക്കെ പറഞ്ഞ സ്ഥലം. അതെവിടെ? അവിടെ നിങ്ങൾ പാലക്കാടൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പാലക്കാട് സീതാർകുണ്ട് പിന്നെ മാന് മാത്രം ആവാൻ പറ്റുള്ളൂ. മാന് മാത്രമൊന്നുമല്ല, മാന് പിന്നെ കടുവ ആനയൊക്കെ ആവാം. എങ്ങനെ പുതപ്പ് വേണോ സിനിമത്തെ മാതിരി? പുതപ്പൊന്നും അല്ല, അതൊക്കെ വളരെ നല്ല കലാപരമായ പരിപാടികളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പേനയൊന്നും എടുക്കാൻ വേണ്ടി വെളിയിലൊന്നും ഇറങ്ങാതെ എല്ലാരും കൂടെ ക്ലാസിന്റെ മുമ്പിൽ ഇരുന്നോളാം. വെളിയിലോട്ട് അങ്ങനെ അറിയാൻ ഞാൻ ഒടിയനായി വരും ബഹുമാനായിട്ട് വരും. സാറേ ഈ ഒരു ദിവസം അങ്ങോട്ട് വരുമ്പോ കാണിച്ചു തരുമോ? ഒരു ദിവസം മലപ്പുറത്ത് വരുമ്പോ ഞാൻ ഒരു ഒടിവേല കെട്ടി കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ശരി. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളാം. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. നിങ്ങൾ അവിടെ എന്ത് ചെയ്താലും എനിക്കറിയാം. എന്താ അഖിലിന്റെ വീട്ടിലെ മേളിലത്തെ സിറ്റ് ഔട്ടിലെ ഡോറ് തുറന്നു ഇവിടെ ഇരുന്ന് പറഞ്ഞു കണ്ട അതാണ്. സാർ കേൾക്കുന്നുണ്ട്. സാറിന്റെ തള്ള ഇനി അവിടെ നിന്ന് എണീറ്റ് പോകാതെ ഇവിടെ നോക്കിയിരുന്നോളാം കേട്ടോ. അപ്പൊ മൗസിൻ പറഞ്ഞ ലോഗ് ഈയിലാണ് കുഴപ്പം. നമ്മൾ സാധാരണ ലോഗ് നമ്മൾ 10-ലിട്ടാണ് ലോഗരിതം ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ലോഗരിതത്തിൽ നോക്കുമ്പോൾ പറഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. നമ്മൾ ബേസ് 10 ഇട്ടാണ് ലോഗരിതം ചെയ്യണം. അങ്ങനെ ബേസ് 10-ലേക്ക് മാറ്റുമ്പോ ഈ ലോഗരിതം മാറ്റുമ്പോൾ 2.303 എന്നൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ നമ്മൾ ലോഗ് ഒന്നും എഴുതണ്ട, ലോഗ് 10 എഴുതിയാൽ മതി. 10 സാധാരണ എഴുതാറില്ല. എന്നിട്ട് V2/V1 എന്ന് കൊടുക്കും. ഇപ്പോഴാണ് ഈ പോയത്. ഓക്കെയോ? ഇപ്പൊ ലോഗ് മാറി ലോഗെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഇട മൗസിനെ PV = K എന്നാണ് സാർ എഴുതി. K എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ്. PV = നമുക്കറിയാം PV = nRT. അതിൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചില്ലേ മക്കളെ നിങ്ങള്? അപ്പൊ ഇനി ഈ Kക്ക് നമുക്ക് nRT എന്ന് കൊടുത്തൂടെ? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ പിന്നെ ആദ്യമേ nRT എന്ന് കൊടുത്തിട്ട് K കൊടുക്കണടാ. nRT കൂടെ ഇട്ടാൽ ഇത് കുറെ വലുതാവുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്യാൻ ഒരു പേടിയാവും. അതുകൊണ്ട് നമ്മൾ nRTക്ക് പകരം K എന്ന് കൊടുത്തു. ഇനിയാണ് നമ്മൾ nRT കൊടുക്കാൻ പോകുന്നത്. nRT × 2.303 log V2/V1. Do you clear? അല്ല അവിടെ nRT മറ്റേ അതായത് ഐഡിയ നിങ്ങൾ മുമ്പ് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള PV = nRT. നമുക്ക് ഇന്ന് ഒന്ന് ഓർഡറിൽ എഴുതാം. ആ 2.303 ആദ്യം വരട്ടെ, ഇൻറ്റു nRT വരട്ടെ, ഇൻറ്റു ലോഗ് വരട്ടെ, V2/V1. സന്തോഷമായ ബർത്ത്ഡേ? സന്തോഷമായ? സന്തോഷമായി. ഹലോ മൗസിന് സന്തോഷമായ? പൗസിന് സന്തോഷായി സാർ. സന്തോഷായി, നല്ല സന്തോഷായി. എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡെറിവേഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മക്കളെ നമ്മളെ ഈ അഡിയബാറ്റിക് ഐസോതെർമൽ ഇക്വേഷന്റെ PV = a constant, P1/V1 = P2/V2 = V3/V3 = ഒരു കോൺസ്റ്റന്റ്. അങ്ങനെ പറഞ്ഞൂടെ? എന്നാ ഞാൻ ഈ V1 അപ്പുറത്ത് കൊണ്ടുപോയാൽ V2-ന്റെ അടിയിൽ V1 എഴുതാം. V1 അങ്ങ് താഴെ കൊണ്ടുപോകും. അപ്പൊ ഈ P2-നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന P1/P2 എന്ന് എഴുതാം. ഓക്കെ ആണോടാ? പറയുന്നടാ? അപ്പൊ പിന്നെ ഈ V2/V1 പകരം നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇടാം. 2.303 × nRT × log P1/P2. ഇപ്പോഴൊരു ചെറിയ സന്തോഷം പറഞ്ഞുണ്ടാ? എനിക്ക് സന്തോഷം വന്നാ പോരാ,
നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കും കൂടെ തുറക്കണം. അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനൊരു സാധനം അതിനകത്ത് കണ്ടിട്ടുണ്ടോ? പറയൂ. NCERT ടെക്സ്റ്റ് ബുക്ക്, പുതുമണമുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും തുറന്നു നോക്കാത്ത ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു മണം വന്നിട്ടുണ്ടാ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തതിനെ കണ്ടിട്ടുണ്ടാ? സത്യസന്ധമായി ഫൗസിൻ പറയൂ. ഫൗസിൻ സത്യസന്ധമായി പറയൂ. ഇതിന്റെ ഡെറിവേഷൻ അതിൽ കൊടുത്തേക്കണം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, കണ്ടിട്ടില്ല. ഓ ഇനിയിപ്പം നിങ്ങൾ എല്ലാവരും പറയും. ഇപ്പൊ പറയും സാർ ഞങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് വന്നതാണെന്ന് പറയും. സത്യം. പക്ഷേ ടെസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പിന്നെ ആ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. അതൊക്കെ ഉണ്ട്. ടെക്സ്റ്റിന്റെ ഒക്കെ ആവശ്യം. അതെ, ടെസ്റ്റാ നിങ്ങളെ NCERT പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വേദ പുസ്തകമാണ് ഏത്? നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്ക്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞങ്ങൾ സാറിനെ വിശ്വസിച്ചിരിക്കണേ, അപ്പൊ ടെസ്റ്റ് എടുത്തില്ല. ഇടാ നീ എന്നെ സാറിന് അത്ര വിശ്വാസം. ഇടാ നീ എന്നെ കുഴക്കരുത്. കാരണം ഞാൻ അങ്ങ് അലിഞ്ഞു പോവും. ഞാൻ അവസാനം 3ാമത്തെ പിടി അവലും കൂടെ വാരി തിന്നാലുള്ള അവസ്ഥ അറിയാലോ. അറിയാമോ? അതറിയാമോ? അതുപോലെ ഞാൻ ഭയങ്കര ആശ്രിത വത്സലനാണ്. നിങ്ങളാ ഇത്രയും ഇതായി പോയാൽ ഞാൻ 3ാമത്തെ പിടി അവലും വാരി തിന്നും. പിന്നെ നിങ്ങൾക്ക് അടിമയായി പോകും ഞാൻ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിള്ളേർ ഒരു ചുവട് മുന്നോട്ട് വന്നാൽ ഞാൻ 100 ചുവട് മുന്നേ വരും. പിള്ളേർ പഠിക്കാൻ 1 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ പഠിപ്പിച്ചവൻ. അതാണ് എനിക്ക്. പഠിപ്പിച്ച ഭ്രാന്താണ് എനിക്ക്. ശരി, അപ്പോഴും മോഹസിൻ പറയണം. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സാർ എന്നാണ് പറയണം. ഇനിതാ ഈ ഒരറ്റത്തുനിന്ന് എഴുതി തുടങ്ങും. ലേറ്റായി കയറിയ 2 പേരുണ്ട്. എനിക്ക് കാഴ്ച കുറവാണ്, വയസ്സായ ആളാണെങ്കിലും ലേറ്റായി 2 പേര് കയറിയിട്ടുണ്ട്. ആ 2 പേർക്ക് വേണ്ടി പറയണം. ആ 2 പേരൊന്ന് മൈക്ക് ഓണാക്കാമോ പ്ലീസ്? പേര് കണ്ടുകൂടാ, അതുകൊണ്ടാണ്. ആ 2 പേര് മൈക്ക് ഓണാക്കാമോ ഒന്ന് പറയോ പ്ലീസ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹലോ, ലെറ്റ് മൈ 2 സ്റ്റുഡൻസ്. ഒരു പയ്യനും ഒരു പെൺകുട്ടിയാണല്ലോ. ഒന്ന് മൈക്ക് ഓണാക്കാമോ? പേര് അറിഞ്ഞു കാണാൻ പറ്റണ്ടേ? എന്റെ കാഴ്ചയൊക്കെ വയസ്സായടെ. ഒന്ന് മൈക്ക് ഓണാക്കടേ. ലാസ്റ്റ് വന്നോരെ. സാർ പേരറിയാത്ത മിസ്റ്റർ എക്സ് എന്ന് വിളിച്ചാൽ മതി. നമ്മൾ പേരറിയാത്തോണ്ട് എക്സ് എന്ന് പേരിട്ടാ. ഇവര് ആരും മൈക്ക് ഓണാക്കില്ല. അതാണ് ഈ പിള്ളേരെ കുഴപ്പം. ഒരാള് ഓണാക്കി. ഇല്ല, ഓണാക്കിയില്ല. കയ്യേ വിടുള്ളൂ. ഹലോ, ലാസ്റ്റ് വന്ന 2 പേര്. ഞാൻ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? അല്ല ഓക്കെ തന്നെ? പ്ലീസ് നിങ്ങളൊന്ന് പറയൂ കുട്ടികളെ. ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞുതരാം. ആരെങ്കിലും. ഓക്കെയാണ്. ഫുൾ ഓക്കെ. എടാ നിങ്ങൾ സെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇരിക്കാൻ പറയാടാ. 2 കുട്ടികൾക്ക് തുടക്കത്തില്ലായിരുന്നത് അവർക്കത് മനസ്സിലായിട്ടില്ലടാ. സത്യമായിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇടേ ആ ലാസ്റ്റ് വന്ന 2 പേര് ഒന്ന് പറയടേ. നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ പറഞ്ഞു തരണമെന്ന്. കേട്ടൂടാ? ഒന്ന് മൈക്ക് ഓണാക്കി പറയൂ സാർ, ഒന്നുകൂടി പറയൂന്ന്. ഹലോ, ലാസ്റ്റ് വന്ന 2 പേര്. ആ കൊച്ചുങ്ങൾ പറയണില്ല. ആ കൊച്ചുങ്ങൾക്ക് പേടിയാണ്. സൈഡിലില്ല ആ സാധനം ഒന്ന് ജസ്റ്റ് നീക്കോ? എന്താ ടേബിൾ? അത് നീക്കിത്തരാം. ഇവിടെ മിസ്റ്റർ എഴുതിയ എല്ലാവരും. എഴുതി തുടങ്ങോ. ഇത്ര എഴുതിയിട്ട് റിപ്ലൈ ചെയ്യണേ. അപ്പോഴും ഞാൻ ഇങ്ങോട്ട് നീക്കാം. ആദ്യം ഇത്രയും ഓക്കെ ആണല്ലോടാ? ശരി, എല്ലാം ഓക്കെ. എഴുതിയിട്ട് റിപ്ലൈ ചെയ്യും. ബോർഡ് വേണേ കുറച്ചുകൂടെ ഒന്ന് പൊക്ക സർ, ലേശം ഒന്ന് പൊക്ക. മേഡം ലേശം ബോർഡ് പൊക്കണോ അതേ ക്യാമറ പൊക്കണോ? ബോർഡ് സർ, ബോർഡ്. എനിക്ക് തോന്നുന്നു താഴത്തെ ലൈൻ കാണുന്നില്ലല്ലേ? കാണാം, കുഴപ്പമില്ല. പക്ഷെ ഇനി എനിക്ക് ബോർഡ് പൊക്കാനേ വേണം. ഞാൻ ഈ വീട്ടിലെ ജനൽ സ്റ്റാൻഡിലാണ്, ജനലിന്റെ ആ പടിയിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇനി ബോർഡ് പൊക്കണമെങ്കിൽ ഇവിടെ ഈ ബോർഡിനെ സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ കൊണ്ട് വരയിട്ട് വെച്ചിട്ടുണ്ട്.
ഞാൻ ഈ പിള്ളേരോട് ചോദിച്ചു, താഴോട്ട് പോയാൽ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു പിള്ളേർ. ഹലോ, എഴുതി കഴിഞ്ഞോ? എഴുതി തീരുമ്പോ പറയാന്ന് പറഞ്ഞു. ഒറ്റ എണ്ണം ഉണ്ടല്ല. സാർ ആ മറ്റേ സൈഡ് കുറച്ച് നീക്കോ, ഈ റൈറ്റ് സൈഡ്. നീക്കട്ടെ. ആ ശരി ശരി. 1-2 മെഡിക്കുകൾ ഉള്ളത് കൊണ്ട് മതിയല്ലോ. ആ എഴുതി. സാറ് പോയാ? സാർ കഴിഞ്ഞു. ഞാൻ ഇവിടെ എപ്പോഴേ കാത്തിരിക്കുകയാണ് നിങ്ങൾ ആൻസർ പറയണം കേട്ടോണ്ട്. കഴിഞ്ഞു. ഞാൻ വിചാരിച്ച ഒടിയാനായി പോയി. ഞാൻ നിങ്ങൾക്ക് ഒടിവേലയൊക്കെ അവിടെ വരുമ്പം പറഞ്ഞു തരാം. ശരി, അപ്പോ ഐസോതെർമൽ വർക്ക് ഡൺ ഓക്കെയാണോ? വൺ ബൈ വി ലോഗ് വി എന്ന് എങ്ങനെ പറഞ്ഞു? ഈ മോളെ നീയാണ് ലേറ്റായി വന്നത്. ഞാൻ അതെനിക്ക് അറിയാമായിരുന്നു. എന്നാലും നേരത്തെ എന്ത് മക്കളെ നീ പറയാത്തത്? നിങ്ങൾ കേട്ടില്ല നജിയ? ഇല്ല. നേരത്തെ മക്കൾ പറയാത്തത്. ഞാൻ സാർ എത്ര തവണ ചോദിച്ചു, ലേറ്റായി 2 കുട്ടികൾ വന്നിട്ടുണ്ട്. എങ്ങനെ മക്കളെ, നീയല്ലേ ലേറ്റായി വന്നത്? ഞാൻ തുടക്കത്തിൽ. പിന്നെ ഒരു പെൺകൊച്ച് ലേറ്റായി. അപ്പൊ നജിയക്ക് ഇത് മനസ്സിലായില്ലേ 1 ബൈ വി ലോഗ് വി ആയത്? അത് എന്തുകൊണ്ടാ അങ്ങനെയെന്ന് മനസ്സിലാവത്ത്. മക്കളെ അത് സാറ് പറഞ്ഞുതരാം മക്കളെ. അതായത് ഇനി ഞാൻ വേറൊരു തരത്തിൽ മക്കൾക്ക് പറഞ്ഞുതരാം. മക്കളെ നമുക്ക് ഡെറിവേറ്റീവ്സ് പഠിച്ചല്ലോ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ മക്കള് d/dx sin x വാല്യൂ എന്ത് കിട്ടുമെന്ന് പഠിച്ചു. അവിടെ നമ്മൾ കൊച്ചു ഡെറിവേഷൻ ഒക്കെ പഠിച്ചല്ലേ ഇതിലോട്ട് കൊണ്ടുവന്നത്. d/dx cos x മൈനസ് sin x എന്ന് മക്കൾ പഠിച്ചാ? ഇതുപോലെ മക്കളെ നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ആ സമയത്ത് ഒരു ചാപ്റ്ററിനകത്ത് വളരെ ഡെപ്തില് 1 ബൈ വി എന്തുകൊണ്ടാണ് ലോഗ് വി ആകുന്നതെന്ന് പറയും. നമുക്ക് മനസ്സിലായ? ഇത് സാറിന് എക്സ്പ്ലെയിൻ ചെയ്താൽ സാറിന് ഒരു 3 ദിവസം ക്ലാസ് എടുക്കേണ്ടി വരും 1 ബൈ വി ലോഗ് വി ആയത്. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് സാർ പഠിപ്പിച്ചാലേ ഇതെത്തുള്ളൂ.
നമുക്ക് ഫിസിക്സിന് വേണ്ട ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് അത്യാവശ്യം അറിയാം. പക്ഷെ 1/v log v ആയ ഇന്റഗ്രേഷൻ ഇപ്പൊ തൽക്കാലം നമുക്ക് പഠിക്കാൻ പറ്റണത് നിങ്ങൾ വേണ്ട ഇന്റഗ്രേഷൻ പഠിച്ച് കുറെ വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ cos x dx. അതെന്താണ് ഇന്റഗ്രൽ cos x dx? sin x അല്ലേ? ആണോ? ഇന്റഗ്രൽ sin x dx മൈനസ് cos x അല്ലേ? ഇതുപോലെ ഇപ്പൊ തൽക്കാലം മക്കൾ 1/v എന്ന് പറയണത് log v. ഇത് ലോഗ് എന്ന് പറയണ എന്താണെന്ന് സാർ നേരത്തെ പറഞ്ഞു. അത് മക്കൾ ഉണ്ടായിരുന്നല്ലോ കാൽക്കുലേറ്ററിന് പകരം വലിയ കണക്ക്. ഇതിന്റെ മക്കളെ ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട് മക്കളെ. ഇതിന്റെ ഡെറിവേഷൻ ഇന്റഗ്രേഷൻ അങ്ങോട്ട് കുറെ പഠിച്ചൊരു പകുതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ സാധനം അവിടെ അവതരിപ്പിക്കുന്നത്. അത് സാറിന് ഈ ഫിസിക്സിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ആ വലിയൊരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? സെക്കൻഡ് ഇയർ ആണെങ്കിൽ മക്കൾ എന്നോട് ചോദിക്കില്ലേ സാറേ ഇതെന്തുകൊണ്ടായെന്ന്. ഈ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് നമുക്ക് ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാം. ഇന്റഗ്രേഷൻ ഫിസിക്സിന് വേണ്ടത് നിങ്ങൾക്കറിയാം. ഫിസിക്സിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചങ്ങ് പോവുകയാണ് ചെയ്യണത്. പക്ഷെ ഇതിന്റെ ഡെറിവേഷൻ നമുക്കറിയാം. പക്ഷെ അത് നമ്മളെ ഇപ്പോഴത്തെ സമയത്ത് കയ്യിൽ നിൽക്കൂല. ഓക്കെ, അപ്പൊ ഞങ്ങള് ഡിറൈവ് കുട്ടികളെ ലോഗ് ഏതിൽ കൊടുക്കണം, x⁻1 ഏതിൽ കൊടുക്കണം എങ്ങനെ മനസ്സിലാവുക? അയ്യോ എക്സ് അതാണ് ഞാൻ പറഞ്ഞത്. നീ അല്പം ലേറ്റ് ആയെന്ന്. 1/x² dx വന്നാൽ മക്കൾക്ക് ധൈര്യമായും x⁻2 എന്ന് കൊടുത്ത് ഇന്റഗ്രേഷൻ നടത്താം. എന്നാൽ 1/x എന്ന് മക്കൾക്ക് വന്നാൽ 1/x മക്കൾ ഒരിക്കലും x⁻1 എന്ന് എഴുതി ഇന്റഗ്രേഷൻ നടത്തിക്കൂടാ. ഡിനോമിനേറ്ററിൽ എക്സിന്റെ പവർ 1 വന്നാലാണ് ലോഗ് കൊടുക്കേണ്ടത്. ഈ വിയുടെ പവർ 1 വന്നാലാണ് ലോഗ് കൊടുക്കേണ്ടത്. നോക്ക് മനസ്സിലായ? പക്ഷെ ഞങ്ങൾ 1/x1 പഠിച്ച പോലെ ഒരു തോന്നല്. 1/x 1 എന്ന് പഠിച്ചാൽ വേറെ എന്തെങ്കിലും പഠിച്ചതായിരിക്കും. 1/x ഇന്റഗ്രൽ 1/x dx 1 എന്നായിരിക്കില്ല മക്കളെ. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് e⁻x. എന്നാൽ e⁻x അതല്ലല്ലോ. അതല്ല. അപ്പൊ മക്കൾ അത് വേറെ എന്തോ പഠിച്ചതായിരിക്കും. ഓക്കെ, ഓർമ്മ വരും. ക്ലാസ് തീരുന്നതിൽ മക്കൾക്ക് ഓർമ്മ വരും. ഇത് അവിടെയാണ് പഠിച്ചത്. ശരി, ഇനി നമുക്ക് ഇത് ഐസോതെർമൽ വർക്ക് ഡൺ. ഇനി നമുക്ക് അഡിയബാറ്റിക് വർക്ക് ഡണ്ണിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ പോവാം. എന്നാ ഹെഡിങ് കൊടുക്കുക അഡിയബാറ്റിക് വർക്ക് ഡൺ. എല്ലാരും ഹെഡിങ് എഴുതാം. എഴുതി കഴിഞ്ഞു. ശരി, അതില് വേറെ ഇത്രയും അറിയാമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. അതിലും സ്മാൾ വർക്ക് ഡൺ PdV തന്നെ. ടോട്ടൽ വർക്ക് ഡൺ എന്ത് തന്നെ? W = ഇന്റഗ്രൽ V1 to V2 PdV തന്നെ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോ അവിടെയും നമുക്ക് PV നിങ്ങൾ നോക്കൂ. നിങ്ങൾ അഡിയബാറ്റിക്കിന്റെ ഇക്വേഷൻ എടുത്തിട്ട് നോക്ക്. അഡിയബാറ്റിക്കിന്റെ ഇക്വേഷനിൽ ഒന്ന് നോക്കൂ. എന്താ താഴെ എഴുതിയിരിക്കണം? എന്ത് കോൺസ്റ്റന്റ് എന്നാണ് എഴുതിയിരിക്കണം? പറ. മെടുക്കനടാ, നിനക്ക് ഞാൻ 1 ലോറി ചോക്ലേറ്റുമായിട്ടാണ് പറഞ്ഞത്. PV⁻Γ = a കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ P1 V1 Γ = P2 V2 Γ = P3 V3 Γ എന്നാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഒന്നുകൂടി പറയൂ. ഒരു സെക്കൻഡ്. നിങ്ങളുടെ സ്കൂളിലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എടുത്തായിരുന്ന? ഇല്ലല്ലോ. അതെന്തിനാണെന്ന്? അത് ഫിസിക്സിലെ ഒരു ചാപ്റ്ററിന്റെ പേരാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നാദിയ ഇല്ല, എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ശരി. എന്നിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയില് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എടുത്തിട്ടുണ്ടോ? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുത്തിട്ടുണ്ടോ? യവന്മാരെ രണ്ടുപേരും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനത്തിന്റെ പേരെന്തുവാ? ഗാമ. ആ ഗാമയാണ് ഇവൻ, ഈ ഗാമ. ഓക്കെ. ഇല്ലല്ലോ, അത് ഓക്കെ അല്ല. അത് മനസ്സിലായില്ല.
എടാ അത് അന്ന് പറഞ്ഞതാണ്. എന്നാലും ഒരാളിന് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റൂല. ശരി, അപ്പൊ അതന്നെ, അത് വീണ്ടും ശരിയാണ്. സാർ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല സാർ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ അത് പറയട്ടെ. മക്കളെ, മൗസിന് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും. കാരണം അവനാണ് എന്നെ ഈ ക്ലാസ് മുന്നോട്ട് നയിക്കുന്നത്. അവൻ നമുക്ക് ഒരു 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 അതെ സാർ, വിലയുള്ള ഒരാളാണ്. എന്ത് പറയാ, അത്രേ ഉള്ളൂ. മക്കളെ അവിടെ അമ്മയെ ഒന്ന് ഫോൺ വിളിക്കോ താഴെ ചെന്ന്. ഹലോ, കേക്കണില്ല. ഇപ്പൊ കേൾക്കാലോ. ഞാൻ ഇവിടെ ഓക്കെ സാർ. ഫൗസ്റ്റിൻ മൈക്കോണാക്കാമോ? ഫൗസ്റ്റിൻ ആ, മൈക്കോണാക്കാമോ? ഓണക്കെ. എടാ ഫൗസ്റ്റിനെ, എനിക്ക് 1 കിലോഗ്രാം, ശ്രദ്ധിക്കണം, 1 കിലോഗ്രാം ഏതെങ്കിലും ഒരു വസ്തു ഞാൻ എടുത്തു. ഉദാഹരണത്തിന് വെള്ളം എടുത്തു. ഈ വെള്ളത്തിൽ ഞാൻ ഒരു തെർമോമീറ്റർ മുക്കി വെച്ചു. ഓക്കേടാ ഫൗസ്റ്റിൻ? യെസ് സാർ. സാർ പോയാ ഹലോ ഫൗസ്റ്റിൻ, കേട്ടോ? എടാ ഫൗസ്റ്റിനെ, ആ, 1 കിലോഗ്രാം കേക്കാം. വെള്ളം എടുത്തു. ഈ വെള്ളത്തിൽ ഒരു തെർമോമീറ്റർ മുക്കി വെച്ചു. തെർമോമീറ്ററിൽ 35 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചു. എന്നിട്ട് ഞാൻ ചൂടാക്കി, ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ചൂടാക്കി കുറെ ഹീറ്റ് കൊടുത്തപ്പോ 35-ൽ നിന്ന് 1 ഡിഗ്രി ഉയരുക. എത്ര ഡിഗ്രി ഉയരുക? 36 1 ഡിഗ്രി. ഡിഗ്രി വരെ. അങ്ങനെ 1 ഡിഗ്രി ഉയരാൻ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന് ഞാൻ എത്ര ഹീറ്റ് കൊടുക്കും, അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത്രയും നിനക്ക് മനസ്സിലായ? മനസ്സിലായി. എടാ, 1 കിലോഗ്രാം വെള്ളം, 1 കിലോഗ്രാം മണ്ണെണ്ണ, 1 കിലോഗ്രാം ഗ്ലിസറിൻ, 1 കിലോഗ്രാം വേറെ ഏതെങ്കിലും ഓയിൽ, ഇതിന്റെ എല്ലാം ടെമ്പറേച്ചർ ഇപ്പൊ എത്രയുണ്ടോ അതിന് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത്രയും ക്ലിയർ ആയ മോനെ? ക്ലിയർ ആണ് സാർ. ഈ വെള്ളം തുറന്ന് വെച്ച് തിളപ്പിക്കുമ്പോ CP അല്ലേ? വെള്ളം തുറന്നു വെച്ചാൽ പിന്നെ നിനക്ക് ഞാൻ ഒരു അറ്റത്തുനിന്ന് വരട്ടെ. അപ്പൊ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C എന്നാണ് വിളിക്കണത്. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ആർക്കാണെന്ന് അറിയാമോ? ലിക്വിഡില് വാട്ടർ. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4200 ജൂൾ വേണം. 4200. ഇത് ഇന്നാള് പറഞ്ഞാണല്ലോ. ഓ, അപ്പൊ ഈ 4200 ജൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതാണ്. എടാ മൗസിനെ, നിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൗസിനല്ല സർ, ഫൗസിനാണ്. ഫൗസിൻ ഫാദറിന്റെ ഫൗസിൻ നിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? വാട്ടർ 70% വാട്ടർ. 90%. അപ്പൊ അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്താണെന്ന് അറിയാമോ? നിന്നെ കൊണ്ടുവന്ന് അന്റാർട്ടിക്കയിൽ കൊണ്ട് തള്ളി. അന്റാർട്ടിക്കയിൽ -60 ഡിഗ്രി. നീ ചത്തുപോകൂല. കാര്യം എന്താണെന്ന് അറിയാമോ? നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഡിഗ്രി നിന്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് 4200 ജൂൾ വെളിയിൽ കളയണം. അതിന് ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഇടയിൽ നീ ഓടി രക്ഷപ്പെടും. മനസ്സിലായ? നീ അന്റാർട്ടിക്കയിൽ എവിടെ ഓടി രക്ഷപ്പെടും? വളപ്പം മരവിക്കൂലേ? ഇല്ല സാർ, എനിക്ക് ഭയങ്കര കപ്പാസിറ്റി ആണ്. ഞാൻ എയിലേലും ഓടിക്കൊണ്ട്. പോടാ, നീ ഓടി ഇഗ്ലൂന്റെ അടുത്ത് കയറണം. നമ്മൾ ബുദ്ധിയുള്ളവരാണ്. പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. എടാ, നിന്നെ അന്റാർട്ടിക്ക കേട്ട് നീ ചത്തുപോയനെ. അല്ലല്ല, ഞാൻ രക്ഷപ്പെടും. ഞാൻ എവിടെയാലും രക്ഷപ്പെടും. നീ ഇഗ്ലൂവിനകത്ത് കയറണം. മഞ്ഞുമലയിൽ പോയ നിന്നെ കൊണ്ടുവന്ന് സഹാറ മരുഭൂമിയിലിട്ടു.
സഹാറ മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന ചൂടാണ്, ഏകദേശം 50 ഡിഗ്രി ചൂട്. നിന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 35 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള നിന്നെ കൊണ്ടുവന്ന് 50 ഡിഗ്രി സഹാറയിലിട്ട് നീ ചാവോ? ഇല്ല സാർ. നിന്റെ 35 ഡിഗ്രി സെൽഷ്യസിലുള്ള നിന്റെ ശരീരത്തിലെ വെള്ളം 36 ആകാൻ തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് 4200 ജൂൾ ഹീറ്റ് വെളിയിൽ കളയണം. അത്രയും കളഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് ആവും. ഒരു ഡീഹൈഡ്രേറ്റ് ആവണമെങ്കിലും നിന്റെ ശരീരത്തിൽ വീണ്ടും വെള്ളം കിടക്കുകയല്ലേ. 90% വെള്ളമല്ലേ, 1 ലിറ്റർ വെള്ളമല്ലേ. ഈ സമയം കൊണ്ട് നീ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെട്ട് സഹാറ മരുഭൂമിയിൽ നീ എവിടെ പോയി രക്ഷപ്പെടും? കുഴഞ്ഞു. അതൊരു പ്രശ്നമാണല്ലോ. ഇടം മരുഭൂമിയിലും മണലിന്റെ അടി കിടന്നാ മതിയോ? മണലിന്റെ കയറണ പോലെ. കിടക്കരുത്. മണലിന്റെ അടിയിൽ കിടക്കുക ശ്വാസം മുട്ടി കഴിക്കും. മണലിന്റെ അടിയിലെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിലുള്ള മൺകുകളിൽ കയറി ഇഷ്ടപ്പെടണം. മൺകുകളിൽ നല്ല തണുപ്പാണ്. നീ വൈൽഡ് മറ്റേ ഇത് കാണൂലേ മക്കളെ? അത് ഏതാ മറ്റേ നമ്മളോ മറ്റേ വൈൽഡ് നാഷണൽ ജോഗ്രഫിക്കില് പോടാ. നാഷണൽ ജോഗ്രഫിക്കില് വൈൽഡ് മാൻ വേഴ്സസ് വൈൽഡ് നീ കാണൂലേടാ? അത് ഞാൻ നിങ്ങൾ ഹോസ്റ്റലിലായിട്ട് കാണൂല്ലോ. സോറി. അല്ല, ഹോസ്റ്റലിലെ സ്ഥിരം കാണാണ് അത്. വൈൽഡിലൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോ ഹോസ്റ്റലില് നിങ്ങൾ മാൻ വേഴ്സസ് വൈൽഡ് എന്നല്ലേ ഹോസ്റ്റലില്? ശരി, ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേ. അപ്പോ ഈ കെമിസ്ട്രിക്കാരന്മാർക്ക് 1 കിലോ എടുത്തോണ്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണ് 1 കിലോ എടുത്താലുള്ള കുഴപ്പം? 1 കിലോഗ്രാം സാൾട്ടിലും 1 കിലോഗ്രാം ഷുഗറിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം തുല്യമാണാടാ? പറയടാ. അല്ല. കാരണം കെമിസ്ട്രിയില് ആറ്റങ്ങൾ, മോളിക്യൂളുകൾ, അവയുടെ എണ്ണം, അവയുടെ കൊളിഷൻ, ഇവയൊക്കെയാണ് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് കെമിസ്ട്രിയിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡു യു ക്ലിയർ? യെസ് സർ, വി ആർ ക്ലിയർ. അതുകൊണ്ട് മോളാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്തുന്നതാണ് മോളാർ സ്പെസിഫിക്. മനസ്സിലായ? നമ്മൾ സി മാറ്റി. മനസ്സിലായ? മോളാർ സ്പെസിഫിക് ക്ലിയർ ആയ? യെസ് സർ. 1 മോളിന്റെ 1 ഡിഗ്രി കൂട്ടാനല്ലേ? 1 മോളിന്റെ 1 ഡിഗ്രി മിടുക്കൻ. എടാ, അത് തുറന്നു വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ് അല്ലേടാ? തുറന്നല്ലേടാ ഇരിക്കണം. തുറന്നു വെച്ച് 1 ഡിഗ്രി കൂട്ടുന്നത് CP. അടച്ചു വെച്ചാൽ വോളിയം കോൺസ്റ്റന്റ്, അടച്ചു വെച്ച് കൂട്ടുന്നത് CV. ഡു യു ക്ലിയർ? യെസ്, വി ആർ ക്ലിയർ. അപ്പൊ ഈ CPയെ CV കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഗാമ. നിനക്ക് ഗാമ എന്ന് എഴുതാൻ വിഷമമാണെങ്കിൽ നിനക്ക് ക എന്ന, ഇക്ക എന്ന, ഇച്ച എന്ന, ചക്ക എന്ന എഴുതിക്കോ. പക്ഷെ ചക്ക എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ CP/CV എന്ന് വരണം. ഡു യു ക്ലിയർ? യെസ് സർ, ഇപ്പൊ ക്ലിയർ ആയി. അല്ലെങ്കിൽ നീ സബിൻ സാർ എന്ന് എഴുതിക്കോ. CP/CV സബിൻ സാർ. സബിൻ സാർ എന്ന് ഓർമ്മ വരുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടത് CP/CV എന്നാണ്. മിസ്റ്റർ ഫൗസിൻ, ആരുടെ ഈ സബിൻ സാർ? സാറല്ലേ? ഞാനല്ല, പിന്നെ ആരായിരിക്കും? ഒടിയനാണ്. എന്റെ പേര് നിങ്ങൾക്കറിയാമോ? ഇല്ല. സബിൻ സാറല്ലേ? അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഗണേശ് ഗണേശ് സാറ് റിവീൽ ചെയ്ത്. ഞാൻ വിചാരിച്ചു നിങ്ങളെടുത്തൊരു പുതിയ ആളല്ലേ, നിങ്ങൾക്ക് എന്റെ പേര് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിരുന്നു മാക്ക പഠിപ്പിച്ച്. സാർ ഉണ്ടായിരുന്നല്ലോ, പയറ് വറുത്ത പോലെ നിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് പേര് പറഞ്ഞില്ലല്ലോ. സാറിന്റെ ഇതിൽ അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ ഭയങ്കര വിഷമിച്ചാണ് ഇരുന്നത്. രുദ്രായണി ആരാ? രുദ്രായണി ആരാ? വൈഫാണോ? രുദ്രായണിയാ? പോടാ.
രുദ്രേണി അത് ആരുമില്ല ഗണേഷ് സാറിന് ആരാണ് അതാരാ? ഓടാ, അതൊന്നും എനിക്കറിയത്തില്ല. സാറെങ്കി ഒരു സെൽഫ് ഇൻട്രൊഡ്യൂഷൻ നടത്ത്. സർ പറയും. അല്ല ഞാൻ നിങ്ങൾ സത്യം പറഞ്ഞ മക്കളെ, ഞാൻ ഇന്നലെയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. എന്താണെന്നോ, ഈ ആര് എന്നെ രണ്ടു ദിവസം ക്ലാസ് എടുത്തിട്ടും ഗണേഷ് സാറേ ഇത് വേറെ സർ പറയും. സാർ രുദ്രായി എന്റെ രണ്ട് പേരാണ്, എന്റേതാണ്, ഞാനാണ് സാർ. നമ്മുടെ ഗണേഷ് സാറിന്റെ മിസ്സാണ്. നമ്മുടെ ഗണേഷ് സാറിന്റെ നമ്മുടെ ഡയറക്ടറുടെ വൈഫാണ്. മനസ്സിലായി? നമ്മുടെ കോർഡിനേറ്റർ നമ്മുടെ ഇതിനൊക്കെ അതെന്റെ ഇമെയിൽ ഐഡിയാണ് കേട്ടോ. എന്റെ പേര് മേഡത്തിനെ പിള്ളേര് കണ്ടിട്ടുണ്ടാ മലപ്പുറം പോയി? ഓ സോറി 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 സോറി. എന്റെ കൊണ്ടാണ് മേഡത്തിനെ കാണാത്തതുകൊണ്ടാണ്. എനിവേ ഞാൻ ഇന്നലെ വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ എന്റെ ഇളയ മോളോടും പറഞ്ഞു, എന്നാൽ ഈ കൊച്ചുങ്ങൾ 2 ദിവസമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ട് എന്റെ പേര് പോലും ചോദിച്ചില്ല. ഇത് എന്തൊരു കൊച്ചുങ്ങളാണോ എന്ത് സത്യം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്, സോറിയടാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത് അല്ലേ? സോറിയടാ. സാർ പറഞ്ഞിട്ടില്ല, സാറിന് പറഞ്ഞു തരുമോ സെൽഫ് ഇൻട്രൊഡക്ഷൻ? അല്ല സാറേ, നമ്മൾ ടൈം ടേബിൾ ഇട്ട സമയത്ത് ഫിസിക്സ് സബിൻ സാർ എന്ന പേര് ഇട്ടിട്ടുണ്ടേ. ഓ, അതുകൊണ്ടായിരിക്കും പിള്ളേര് ചോദിക്കാത്തത്. പക്ഷെ വേറെ കാര്യമുണ്ട് സാറേ, ഇതിലൊരു ബുദ്ധിമതിയുണ്ട് സാറേ. അവള് പറഞ്ഞു കേട്ടാ, സാറേ ഒന്നും പറഞ്ഞിട്ടില്ല, സാർ ഒന്ന് പറയാമോ എന്ന് കേൾക്കട്ടെ. അത് ഈ ബുദ്ധിമതികളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. നജിയാണെന്ന് തോന്നുന്നു ആ ബുദ്ധിമതി. അല്ലല്ല അന്ന അന്നക്കുട്ടി, അന്നക്ക് ഇപ്പൊ പിന്നെ ആരാണ് എന്നെ? അല്ല, എനിക്ക് അറിയായിരുന്നു. പിന്നെ സാറിന്റെ സങ്കടം തീർക്കാൻ സാറ് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചോദിച്ചേ. എന്നാലും അന്നക്കുട്ടിക്ക് സംസാരിക്കാൻ അറിയാം. ഞാൻ വിചാരിച്ച അന്നക്കുട്ടി ഒരു പാവം കുട്ടിയാണ്, അവള് ഒന്നും മിണ്ടത്തില്ല, മിണ്ടാതിരിക്കുന്ന ഒരാളെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരി, നന്നായിരിക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. അല്ലാതെ ഒരു 6 ബോറൻ ക്ലാസ്സായി നിങ്ങളെ ഇരുത്തി കളയല്ലേ. എന്നെ കൊണ്ട് പറ്റൂലേ പിള്ളേരൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന ക്ലാസ് അതിക്രമിച്ചിരിക്കുന്നു. ഇല്ല സാർ, സാർ അടിപൊളിയാണ്. മക്കളെ സമയം അതിക്രമിക്കില്ല. സമയം ലോകത്തില്ലാത്ത കാര്യമാണ്. ഫിസിക്സിൽ ഇല്ലാത്ത ഒരേ ഒരു സാധനം ഏതാണ്? അതെ, സമയം എങ്ങനെ അതിക്രമിക്കാൻ? എന്താ സമയം തുടങ്ങണില്ലല്ലോ. അതുകൊണ്ടല്ല മക്കളെ, ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും പറയും ഇങ്ങനെ ഒരു സാധനം ഇല്ലാന്ന്. ലോകത്തില്ലാത്ത ഒരു സാധനമാണ് ടൈം. ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഭൂമി ഒരു തവണ കറങ്ങുന്നത് വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ ടൈം അല്ല ചൊവ്വയിൽ പോയാൽ, ഈ ടൈം അല്ല വേഴത്തിൽ പോയാൽ, ഈ ടൈം അല്ല മറ്റ് സ്പേസിൽ പോയാൽ. ലോകത്തില്ലാത്ത ഒരു സാധനമാണ് ടൈം. അതുകൊണ്ട് സമയം അതിക്രമിച്ചു എന്നില്ല, സമയമേ ഇല്ല. പിന്നെ എങ്ങനെ അതിക്രമിക്കാൻ? ഇതാണ് ഫിസിക്സിൽ സമയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ക്ലിയർ? യെസ് സാർ, ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ. അപ്പോഴും പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു ഏത്? കെ. ഓ, നിങ്ങൾ 8 മണിയായി. പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കെ. ഇത്രയും ക്ലിയർ ആയ? പി വി വിക്ക് മാത്രമേ ഉള്ളൂ റേസ് ടു ഗാമ. അപ്പൊ പി ഇസ് ഈക്വൽ ടു കെ ബൈ വി റേസ് ടു ഗാമ. ഡു യു ക്ലിയർ? അപ്പൊ നേരത്തെ എഴുതിയ ഡെറിവേഷനിലെ വി അല്ല കൊടുക്കാൻ പോണം, വി റേസ് ടു ഗാമയാണ് കൊടുക്കാൻ പോണം. ഇപ്പൊ ക്ലിയർ ആയ? ഈ പി പ്രഷറിന് പകരം ഞാൻ ഇപ്പൊ കൊടുത്തേക്കണ കെ ബൈ വി റേസ് ടു ഗാമ. ക്ലിയർ ആയ കൊച്ചുങ്ങളെ? അപ്പൊ 1/v കെ അങ്ങോട്ട് മാറ്റുമ്പോ ഇവിടെ 1/v അല്ല, ഇവിടെ കിടക്കുന്നത് 1/v റേസ് ടു ഗാമയാണ്. ക്ലിയർ ആയ കൊച്ചുങ്ങളെ? 1/v ആണെങ്കിലല്ലേ ലോഗ് വി എഴുതോള്. ഇപ്പൊ 1/v ആണാ? പറ, 1/v ആണാ? ഫൗസിനെ നോട്ട് ദ പോയിന്റ്. 1/v ആണാ? അതുകൊണ്ട് W is equal to K into V raised to gamma മേളിൽ കൊണ്ടുപോകുമ്പോൾ V raised to മൈനസ് ഗാമ എന്ന് എഴുതി നമുക്ക് ഇന്റഗ്രേഷൻ നടത്താം. 1/v ആണെങ്കിൽ മാത്രമേ ലോഗ് v കൊടുക്കത്തുള്ളൂ. എന്തു പറയുന്നു? ക്ലിയർ അല്ലേ?
അത് Clear ശരി. ആണോ? അപ്പൊ V1/V മാത്രമാണെങ്കിൽ മറ്റേ ലോഗൊക്കെ കൊടുക്കേണ്ടി ഉള്ളൂ അല്ലേ? ഗാമ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മിടുക്കൻ 1/V. വിയുടെ പവർ ഒന്നാണെങ്കിൽ മാത്രമേ ലോഗ് കൊടുക്കാവൂ. അല്ലാത്ത സന്ദർഭത്തിൽ ഒന്നും നമ്മൾ ലോഗ് കൊടുക്കരുത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയ കൊച്ചുങ്ങളെ? ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇന്റഗ്രേഷൻ നടത്തിയിട്ടില്ല. അടുത്ത സ്റ്റെപ്പിലാണ് ചെയ്യാൻ പോണത്. ഇത്രയും ഒന്ന് എഴുതിയത്, എന്നിട്ട് ഞാൻ ബോർഡ് ഇങ്ങോട്ട് നീക്കാം. എല്ലാവരും എഴുതിയത്? ഇല്ലല്ല, എഴുതിയിട്ടില്ല. എഴുതിയെടുക്കും. എന്തൊരു സ്ലോ ആണിത്. കഴിഞ്ഞ ഇല്ല, ലാസ്റ്റ് ആണ്. ഇപ്പൊ കഴിയും. ഹായ്. കംപ്ലീറ്റ് ആയ? കഴിഞ്ഞു. ഓക്കേടാ, ഓക്കെ. അപ്പോ അടുത്ത് ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ട് ബാക്കി എഴുതാം. ഞാൻ മാച്ച് കളയുന്നില്ല, കാരണം എനിക്ക് ഒന്നുകൂടെ അതിന്റെ ലാസ്റ്റിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്, ഫിനിഷ് ചെയ്യാനുണ്ട്. അവിടെ അടുത്തത് ഇനി ലോഗ് ചെയ്യാൻ പോവേണ്. അത് നമ്മുടെ സാധാ ലോഗ് തന്നെ. കെ വെളിയിലോട്ട് നിൽക്കട്ടെ. V⁻⁻⁴ എന്താണോ പവർ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യപ്പെട്ട പവർ. ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് ലോവറും അപ്പറും റൈറ്റ് സൈഡിലോട്ട് എഴുതി. ക്ലിയർ തന്നെ കുട്ടികളെ? പറ ഹൗസിനെ, ക്ലിയർ തന്നെയാടാ? ക്ലിയർ എല്ലാം. എടാ മക്കളെ, ഞാൻ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നതിന് മുമ്പ് ഈ -Γ+1 ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. W = K/-Γ+1. അത് കഴിഞ്ഞിട്ട് V⁻⁻⁴ ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2. ഡൗട്ട് ഉള്ളവർ പറ. ഇത്ര എഴുതിയാൽ ഡൗട്ട് ഉള്ളവർ പറ. ആരൊക്കെ ഡൗട്ട് ഇല്ലേ? ഒരാളിന് ഡൗട്ട് ഉണ്ടല്ലോ? എനിക്ക് ഇവിടെ ഇരിക്കാൻ പറയാലോ. ഹൗസിന് ഡൗട്ട് ഇല്ലേ? അത് പുറത്തേക്ക് എടുത്തല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമില്ലല്ലോ. ഇനി ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവേണ്ട. വിക്ക് വരെ അപ്പർ ലിമിറ്റ് W = K/-Γ+1. വിക്ക് പകരം അപ്പർ ലിമിറ്റ് V2⁻⁻⁴ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് V1⁻⁻⁴. ഞായറാഴ്ച 6:30 വരും. ഞായറാഴ്ച സാറ് നേരത്തെ വരാം. മക്കളെ കുഴപ്പമില്ല, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അന്ന് നമുക്കൊരു പുതിയ ചാപ്റ്റർ റിവൈസ് ചെയ്തു, പിന്നെ അന്ന് റിവൈസ് ചെയ്ത് -Γ+1 അതെങ്ങനെ ഒന്നുകൂടി പറയും? അതെ എന്ന് പറഞ്ഞത് മക്കളെ. x⁻²നെ ഇന്റഗ്രേഷൻ നടത്തുമ്പോ x⁻²+1 എന്നല്ലേ പറഞ്ഞത്? ബൈ -2+1 എന്നല്ലേ? ആ സ്ഥലത്ത് എക്സിന് പകരം V⁻⁻Γ കണ്ട. അപ്പം V⁻⁻⁴ ഡിവൈഡ് ബൈ മൈനസ് പവർ എന്താണോ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഡു യു ക്ലിയർ? അത് ക്ലിയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യലും ഫൈനലും ഇട്ടാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. എന്താണോ ഉള്ളത് ആ ഇംഗ്ലീഷ് വേരിയബിളിന് പോലെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. വിക്ക് പകരം V2 കൊടുക്കണം. എന്നിട്ട് മൈനസ് ഇട്ടിട്ട് വിക്ക് പകരം ലോവർ ലിമിറ്റ് V1 കൊടുക്കണം. ഇപ്പൊ താണ്ട ഇവിടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇല്ലല്ലോ. ശരി, ഓക്കെ. W = K/-Γ+1 മക്കളെ A⁻m - n.
മൈനസ് വന്നിട്ടുള്ളതിനെ എടുത്ത് നമുക്ക് താഴെ എഴുതാം. V2 ഗാമ. V2 മേളിൽ എഴുതാം. V2 ഞാൻ എഴുതാറില്ല. ഇതല്ലേ മക്കളെ V2 ഗാമ അഥവാ മൈനസ് ഗാമ പ്ലസ് 1. ഈ മേളിൽ എഴുതിയതിനെ മാത്സ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നുണ്ട്. കണ്ടാടാ? കണ്ടു. ഓക്കെ. ഇനിയും ഡൗട്ട് ഉള്ളവർ നോക്കിക്കോ. V1 മൈനസ് ഗാമ പ്ലസ് 1. അപ്പൊ മൈനസ് വന്ന പവർ മൈനസ് വന്നാൽ താഴെ എഴുതണം. V1 ഗാമ പ്ലസ് 1. അല്ല V2 V1 അല്ലേ? V2 അല്ല ആ സ്റ്റെപ്പ് മനസ്സിലായില്ല. അവസാനത്തെ എടാ V2 A M - N എന്ന് പറഞ്ഞ എന്താടാ? ഇല്ലടാ, തിരിച്ചെഴുതാം. A/M/A/N. നീ എങ്ങനെ എഴുതും? A/M - N എന്ന് M + N എഴുതുന്നത് ഇങ്ങനെയാണ്. A/M A/M + N. അത് എന്താണെന്ന് അറിയാമോ? നീ അന്ന് 7ാം ക്ലാസ്സിൽ വെച്ചു. നീ കോവിഡ് സമയമായിരുന്നു. 8ാം ക്ലാസ് അല്ലേ? അന്ന് പനി പിടിച്ചതാവും. പനി പിടിച്ചതൊന്നുമല്ല. നീ സ്കൂളിൽ പോയില്ല. 7ാം ക്ലാസ്സില് നിങ്ങൾക്ക് സ്കൂളൊക്കെ അടച്ചിട്ടിരുന്നു. അന്നാണ് ഇത് പഠിക്കുന്നത് മാത്സില്. ഇപ്പൊ ഓർമ്മ. A/M × A/M A/M + N. A/M/A/N A/M - N. മക്കളെ മൈനസിന് കിടന്നുള്ളത് താഴെ കൊണ്ടെടുക്കണം. പ്ലസ് ഉള്ളത് മേലെ എഴുതണം. അത്രയും ക്ലിയർ ആയ? കേട്ടില്ല? എടാ ബൗസിനെ V2 മൈനസ് ഉള്ളത് താഴെ എഴുതണം. കണ്ട V2 ഗാമ. പ്ലസ് ഉള്ളത് മേലെ എഴുതണം. V2 1 V2 എന്ന് പറയണം. ക്ലിയർ ആയ? അതുപോലെ അപ്പുറത്തുള്ളതിനെ മാറ്റി എഴുതും. ഇതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിനോമിനേറ്ററിനെ നമുക്ക് അങ്ങനെ തോന്നിയ മാതിരി ഇപ്പുറത്ത് ഇടാൻ പറ്റും. അയ്യോ, ഇത് നമ്പറടാ. എടാ മക്കളെ x²/2 എന്ന് വരട്ടെ. എന്നിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കേണ്ട. നീ 0 1 കൊടുക്കേണ്ട. മക്കൾ കൊടുക്കുമ്പം x², എക്സിനല്ലേ നീ 1 കൊടുക്കുള്ളൂ. 1/2 മൈനസ് എക്സിന് പകരം 0²/2. മക്കളെ എക്സിന് പകരം അല്ലേ കൊടുക്കണം. ഈ 2 രണ്ടിടത്ത് എഴുതുന്നതിന് കോമൺ ആയിട്ട് വെളിയിൽ എഴുതുന്നത് ഒരുപോലെ അല്ലേ? അത്രേ ഉള്ളൂ. ശരി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇതുവരെ ഒരു പ്രശ്നമില്ലല്ലോ? മുന്നോട്ട് പോകാലോ? അപ്പൊ W K കൊണ്ട് അകത്തുള്ള 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ ഇവിടെ വെളിയിൽ 1/- ഗാമ + 1 എന്ന് വന്നിട്ട് ബ്രാക്കറ്റിനകത്ത് K × V2 V2 ഗാമ മൈനസ് K × V1 V1 ഗാമ. ഇതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? പറയടേ. ഇല്ല, ഓക്കെ. ശരി. ഇനി ഞാൻ Kയുടെ വാല്യൂ കൊടുക്കട്ടാ. Kയുടെ വാല്യൂ കൊടുക്കാം. Kയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കാം? PV ഗാമ. ഇത്രയും ഓക്കെയാണോ? ശരി. ഞാൻ ഇപ്പോ ഇത്രയും ഒന്ന് എഴുതിയാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ താഴെ ആയിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. എടാ മക്കളെ, എന്റെ മോള് കണ്ടാടാ, മൊത്തം എഴുതിയടാ. ഇവിടെ ബോർഡിൽ എഴുതിയ മുഴുവനും 2ാം ക്ലാസ്സുകാരിയാണ്. കണ്ട മുഴുവനും എഴുതിയ അവൾ ഇവിടെ ഇരുന്ന് പാവം. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്റെ കൂടെ വന്നിരുന്ന് പഠിക്കുന്നത് കാണാൻ. ഇതാ അടുത്ത് താങ്കൾ എഴുതിയിടാ. ഇതുവരെ എഴുതിയിട്ടുണ്ട്. കണ്ട അതിന്റെ സ്റ്റെപ്പ് മൊത്തം എഴുതി ഇതുവരെ എഴുതിയിട്ടുണ്ട്. എന്തായി? കഴിഞ്ഞ? ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന കാലം സമയം എടുക്കും എഴുതാൻ. മക്കളെ, ഇന്നലെ സാറിന് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് കയറാത്തത്. കഴിഞ്ഞ
നാജിയ ഇല്ല ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. ആ എഴുതിയപ്പോ വല്ല ഡൗട്ട് തോന്നുന്നുണ്ടോ? ക്ലിയർ ചെയ്തോണ്ട് നിൽക്കുക. ആ എന്തായാലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. സ്കൂളിൽ എടുത്തായി ടോപ്പിക്ക്? ഇല്ല. ഈ ഡെറിവേഷൻ ഒക്കെ എഴുതാണ്ടാവോ? ഇവിടെ NCERT-യിലുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NCERT ആണ് നമ്മളെ വേദപുസ്തകം. എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. എക്സാമിനല്ല മക്കളെ, ഇത് നമുക്ക് എവിടെയാണ് പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ ഈ ചാപ്റ്റർ തീർത്തിട്ട് ഞാൻ ഇതിന്റെ എൻട്രൻസ് 20 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിന്റെ ഉപയോഗം എന്താണ്. പിന്നെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴും ഇതെല്ലാം അവിടെ കയറി വരും. എൻട്രൻസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇനി അവിടെ വരുമ്പോൾ മെറ്റീരിയലൂടെ കൊണ്ടുവരാമേ, കോപ്പി എടുത്ത് വരാം. ഓക്കെ സർ. കഴിഞ്ഞോ? കഴിഞ്ഞു. ആ ഫൗസിനെ കഴിഞ്ഞോടാ മക്കളെ? ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ കഴിയും. ഓക്കെ. ആ കഴിഞ്ഞു. ഓക്കെ. അഖിലേ കഴിഞ്ഞോടാ? കഴിഞ്ഞു സാർ. ആ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. ആ ലാസ്റ്റ് എഴുതിയ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതണേ. W is equal to 1 by minus gamma plus 1 into K V2 by V2 gamma minus K V1 by V1 gamma. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തിയത് അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. മക്കളെടാ നമ്മൾ പഠിച്ചേക്കുന്ന PV raised to gamma ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ P1 V1 ഗാമയാകാം, അല്ലെങ്കിൽ P2 V2 ഗാമയാകാം, അല്ലെങ്കിൽ P3 V3 ഗാമയാകാം. എല്ലാം ഒരു കോൺസ്റ്റന്റ് ആണ്. ശരിയാണല്ലോ മക്കളെ? ഞാൻ ഈ P2 V2 ഗാമ വന്ന സ്ഥലത്ത് Kക്ക് പകരം P1 V1 ഗാമ കൊടുക്കണോ, P2 V2 ഗാമ കൊടുക്കണോ, P3 V3 ഗാമ കൊടുക്കണോ? നിങ്ങൾ പറ, ഇവിടെ ഏത് കൊടുക്കണം? മെഡിക്കി. എന്നാൽ ഇവിടെ കേക്ക് വരെ ഞാൻ എന്ത് കൊടുക്കണം? V1 ഉം V1 ഗാമയും കിടക്കുന്ന സ്ഥലത്ത് മെഡിക്കി. ക്ലിയർ കട്ട്. W is equal to 1 by minus gamma plus 1 into Kക്ക് പകരം നമുക്ക് 2 വന്നതുകൊണ്ട് P2 V2 gamma divided by P2 V2 gamma divided by V2 raised to gamma. ഇനി ഈ ഉള്ള V2 അതുപോലെ താഴെ എഴുതുകയാണ്. തെറ്റിപ്പോകരുത്. Kക്ക് പകരം P2 V2 gamma. ഇനി ബാക്കിയുള്ളത് V2 താഴെ കിടക്കുന്നു, താഴെ ഒരു V2 gamma കിടക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയ? പറ. ക്ലിയർ ആണ് മക്കളെ. അപ്പൊ ഇവിടത്തെ കേക്ക് പോലെ ഏത് കൊടുക്കുമെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ ഈ കേക്ക് പകരം. P1 V1 അല്ല, നിന്റെ തല. P1 V1 ഗാമ. ഇനി ബാക്കിയുള്ളത് P1 ഗാമ. ഗാമ പറയാൻ നിന്നപ്പോ സാർ പറഞ്ഞേ. അതിന് മുമ്പേ പറഞ്ഞു. ഓ അതാണ് കാര്യം. ഇടേ ഇപ്പൊ ഏത് വെട്ടിപ്പോടെ പറയടേ? താഴെ മേളിൽ ആരുണ്ടേ? ഒരു ചെറിയ വെളിച്ചം. ഞാൻ വെട്ടണില്ല. വെട്ടിയാലുള്ള കുഴപ്പം ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. നമ്മളെ മനസ്സിൽ വെട്ടിയിരിക്കുകയാണ്. V2 ഗാമ വെട്ടി. P2 V2 മൈനസ് P1 V1. എന്ത് സിമ്പിൾ ഇക്വേഷൻ ആയി നോക്കടാ വർക്കിടണില്ല. കണ്ടടാ? എടാ അപ്പോഴും നിങ്ങൾക്കൊരു വിഷമം വരണില്ലേ? സാറെ P1 V1 ആദ്യം എഴുതാം സാർ, P2 V2 രണ്ടാമത് എഴുതാം സാർ. ഒരു വിഷമം തോന്നണില്ലേ? നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നണമെന്ന് പറയണം. ഇത് പറ്റൂല. എന്നാ ഞാൻ ഇല്ല. ഇത് തോന്നണമെന്ന് പറഞ്ഞാലേ ശരിയാണ്. വിഷമം തോന്നുന്നുണ്ട് സാർ. വിഷമം തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. P1 V1 നമുക്ക് ആദ്യം എഴുതാം. ആദ്യം എഴുതാൻ വേണ്ടി ഇതിൽ നിന്നൊരു മൈനസ് ഇനി പുറത്തെടുക്കട്ടെ. മൈനസ് പുറത്തെടുക്കുമ്പോ ഇത് പ്ലസ് ആവൂലേടാ? ഇത് പ്ലസ് ആവൂലേടാ? പ്ലസ് ആവും.
പ്ലസ് ആയത് ഞാൻ ആദ്യം എഴുതിയേ. ഇനി പ്ലസ് V2 ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ പ്ലസ് ആയത് എന്താവൂടാ? മൈനസ് ആവും. മൈനസ് ആവൂലേ? ഇവിടെ ആ പുറത്തെടുത്ത മൈനസ് ഇവിടെ കിടക്കയല്ലേ? പുറത്തെടുത്ത മൈനസ് വെളിയിൽ കിടക്കയല്ലേ? ആണ്. ആ മൈനസ് കൊണ്ട് ദാണ്ട പുറത്തെടുത്ത മൈനസ് കൊണ്ട് ഈ മൈനസ് ഗാമയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഗാമയാവും. പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആവും. എങ്ങനെയുണ്ട് ഇക്വേഷൻ? എങ്ങനെയുണ്ട് ബുദ്ധി? ഇപ്പോ മൈനസ് ഗാമ പ്ലസ് 1 ഒക്കെ മാറിയണ്ട. ഗാമ -1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. ഇപ്പൊ ഒരു ചെറിയ സന്തോഷവും വെളിച്ചവും ഒക്കെ തോന്നുന്നില്ലേ? പറയൂ. യെസ് സർ. ശരി, ഇനി നിങ്ങളെ ഞാൻ വീണ്ടും ഞെട്ടിക്കാൻ പോവേണ്. നിങ്ങൾ ഞെട്ടിപ്പിക്കാൻ പോവേണ് നിങ്ങളെ. ഇടം മക്കളെ, PV = എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? പറ. PV = NRT. എന്നൊരു കോൺസ്റ്റന്റ്, ആറൊരു കോൺസ്റ്റന്റ്. സാറേ P1 V1 1 വരുന്ന സാറേ T1 മൈനസ് P2 V2 എന്നൊരു കോൺസ്റ്റന്റ്, ആറൊരു കോൺസ്റ്റന്റ്. 2 P2 V2 T2. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബോസിന് നമ്മൾ വിടുന്നില്ല. NR പുറത്തിട. NR പുറത്തെടുത്തിട്ട് ബൈ ഗാമ -1 ഇൻറ്റു T1 മൈനസ് T2. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ അഡിയബാറ്റിക് വർക്ക് ഡൺ. 2 ഇക്വേഷൻ പഠിച്ചോളണം. ഈ 2 ഇക്വേഷൻ, ഒന്ന് P1 V1 മൈനസ് P2 V2, മറ്റേ അടുത്ത് NR പുറത്തെടുത്ത് T1. അവസാനം ലാസ്റ്റ് കാണില്ലല്ലോ സാറേ. ലാസ്റ്റ് കാണില്ലെങ്കിൽ ഞാൻ അതങ്ങ് മായ്ച്ചിട്ട് ഞാൻ ഇവിടെ കാണാലോ. ഈ മായ്ക്കണ സ്ഥലം കാണാലോ. അവിടെ മക്കളെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പാണ് W = NR പുറത്തെടുത്തു. NR ബൈ ഗാമ -1 ഇൻറ്റു ബാക്കി ആരുണ്ട് പറഞ്ഞാറേ. ബാക്കി ആരുണ്ടേ? ഇവിടുന്ന് NR പുറത്തു പോയാ ആരുണ്ടേ? T1 - T2. പിന്നല്ലാതാ എഴുതിയത്. അപ്പോ അങ്ങനെ ഇത് എന്റെ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എനിക്ക് കാൽ കവാത്തിനില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് ഡെറിവേഷൻ, അടുത്ത 10 മിനിറ്റ് സെക്കൻഡ് ഡെറിവേഷൻ, 20 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി തീർന്നനെ. 1.5 മണിക്കൂർ എടുത്തു. അപ്പോ ക്ഷീണിതനായി. ക്ലിയർ ആയ? ശരി. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസിന്റെ ഒരു സമ്മറി കൂടി പറയണം. മായ്ക്കട്ടാ? വായിക്കല്ലേ? ഇല്ലല്ല, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. ശരി. എന്റെ മോള് കണ്ട, നിങ്ങൾ എഴുതിയതിന് മുമ്പേ കണ്ട. നിങ്ങൾ എന്താ നിങ്ങൾ +2 കാരെന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്ക്, 2ാം ക്ലാസ്. അയ്യോ എന്റെ ഈ പോഡ് ഇയർപോഡ് താഴെ വീണോക്കളെ ഇങ്ങോട്ടാ. ഇതാ കണ്ട, അവൾ എഴുതിയണ്ട. താങ്ക് യു. വേഗം എഴുതിയത്. റിപ്ലൈ ചെയ്യണം. കഴിഞ്ഞാൽ ഉണ്ടായിരുന്നവായിരുന്നു. അയ്യോ, 3 ചാടിപ്പോയത്. ഇവിടെ അഖിലേടാ 3 പോയത്. നജിയ ഇല്ലല്ല, കഴിഞ്ഞിട്ടില്ല. നജിയ വേറെ ഉണ്ടായിരുന്നു. വേറെ ഇപ്പൊ 3 പേര് നജിയ അതിൽ പോയല്ലോ. നജിയ വെളിയിൽ അത് റേഞ്ച് പോയതാ. ഉപ്പ വരും, അങ്ങനെ പോകൂലാരും. എന്നാലും നോക്കണം. 3 പേരെ ഇപ്പൊ ടോപ്പിക് ഉണ്ട്. ഇനി ടോപ്പിൽ ഞാൻ സമ്മറി പറയട്ടടാ. ഇനി സമ്മറി പറഞ്ഞ് 2 മിനിറ്റ്. ഓക്കെ, ആയിക്കോട്ടെ. ശരി, സമ്മറി പറയട്ടെ. മായ്ക്കട്ടാ? വായിക്കല്ലേ? ഇല്ലല്ല, കഴിഞ്ഞിട്ടില്ലേ. എന്റെ 2ാം ക്ലാസ്സുകാർ ഇവിടെ കഴിഞ്ഞു. +2 ഇവിടെ കഴിഞ്ഞില്ല. സർ മനസ്സിലാക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അതാണ് ശരി. ഓക്കെ. എനിക്കാണെങ്കിൽ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കാണ്. ചപ്പാത്തിയും ചിക്കനുമാണ് ഇന്ന് നൈറ്റിലെ ഫുഡ്. സാർ 8:30 കഴിയില്ലേ ക്ലാസ്?
ഇപ്പൊ കഴിയും മകളെ. സാർ ഒരു സമ്മതിയും കൂടെ പറയുന്നത്. അപ്പൊ കഴിക്കാം, കുഴപ്പമില്ല. കുറച്ച് നേരം മിനിറ്റ്, 2 മിനിറ്റ്. അത് തന്നെ മകളെ. ഇവിടെ കഴിഞ്ഞിട്ട് തൊട്ട് മേളിലുള്ള ഇത് എഴുതിയെടുക്കണം. ഓക്കെ ആയില്ലേ? ഓക്കെയാണ് വായിച്ചോളി. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഐസോതെർമൽ വർക്ക് ഡണ്ണോ അഡിയബാറ്റിക് വർക്ക് ഡണ്ണിന്റെയും ഞാൻ എഴുതിയ നോട്ടുണ്ട്. ഞാൻ അത് 2 ഫോട്ടോ എടുത്ത് ഞാൻ നമ്മുടെ ചാൻഡ് അക്കാഡമിയിലോട്ട് അയക്കാം. അപ്പോൾ സാറ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ ആരെങ്കിലും എഴുതിയെടുത്തതിൽ തെറ്റുവല്ല ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കി ക്ലിയർ ചെയ്തോണേ. ഓക്കെ സാർ. ഫുൾ ചാപ്റ്റർ തീർന്നെത്തിച്ചു തരാം മക്കളെ. ഇല്ലെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ക്ലാസ് എടുത്തിട്ട് ആ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമാണ്. ആ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുകൂടെ കിടക്കും. അതുകൊണ്ടാണ്. എന്നിട്ട് ഫുൾ ചാപ്റ്റർ തീരുമ്പോൾ അഥവാ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഫുൾ ചാപ്റ്റർ ഇട്ട് തരാം. അപ്പൊ സാർ ഇന്ന് പഠിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കേണ്ടത് 2 പ്രോസസ്സുകളാണ്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സും മറ്റൊന്ന് അഡിയബാറ്റിക് പ്രോസസ്സുമാണ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്. അതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പ്രഷർ വോളിയം ഗ്രാഫ് കുത്തനെ താഴൂല, ഇങ്ങനെ ഏകദേശം താഴ്ന്നു പോകും, കുത്തനെ താരത്തില്ല. പക്ഷെ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി നോ ഹീറ്റ് ലോസ് ഓർ ഗെയിൻ, വെളിയിൽ നിന്നുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി 0 ആണ്. ഈ സമയത്ത് താങ്ക് യു. ശരി മോളെ. എന്ത് കാലിൽ എന്ത് പറ്റി? കൊള്ളാം, പൊടി വന്നില്ലല്ലോ. എക്സ്റേ എടുത്ത് നോക്കണം കേട്ടാ. ശരി. അപ്പോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, വെളിയിൽ നിന്ന് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഒന്നും വാങ്ങത്തില്ല. വാങ്ങാത്തോണ്ട് മക്കളെ ഈ PV ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പം കുത്തനതാണെന്ന് പോകും. ഇവിടെയാണെങ്കിൽ പ്രഷറും വോളിയവും PV, ആദ്യം പ്രഷർ കൂടുതൽ വോളിയം കുറവ്, പിന്നീട് പ്രഷർ കുറവ് വോളിയം കൂടുതൽ. ഇവിടെ PV ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ PV അല്ലടാ, കുത്തന താഴ്ന്നുകൊണ്ട് PV റേസ് ടു ഗാമയാണ് കോൺസ്റ്റന്റ്. ഈ ഐസോതെർമലിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പറഞ്ഞു തരാൻ പറ്റുമോ? 2.303 nRT ഇൻറ്റു ലോഗ് V2 by V1 എന്നാണ്. അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ ആണെങ്കിൽ 1/γ-1 ഇൻറ്റു അഖിലെ നിന്റെ കണ്ണി കുത്തി പൊട്ടിക്കും. നീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. P1 മൈനസ് P2 എന്നാണ്. ഇത്രയും ഓക്കെയാണോ? വേണമെങ്കിൽ PV = nRT ആയതുകൊണ്ട് nR പുറത്തെടുത്ത് γ-1 ഇൻറ്റു T1 - T2 എന്ന് എഴുതി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇത്രയും ഓക്കെയാണോ മക്കളെ? എല്ലാവർക്കും ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് സമ്മറി. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു ദിവസം നമുക്ക് ഇതിന്റെ കാർനോട്ട് എഞ്ചിൻ പഠിക്കാം. പിന്നെ അടുത്ത് ഇന്ന് എന്തിനാണ് ഡിസംബർ 31. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് സാറ് കേട്ടില്ല. ന്യൂ ഇയറിന് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്ന് ചിക്കൻ വെച്ചു. വൈഫ് ചിക്കനൊക്കെ വെച്ചു. പക്ഷെ ഇതുവരെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് വീട്ടില് നിങ്ങളുടെ സമയത്ത് 7 മണിക്ക് 7 മണി 2 മിനിറ്റ് ആയപ്പോഴാണ് സാർ ഇവിടെ എത്തിയത്. അപ്പോ പിന്നെ ചപ്പാത്തി സാറിന് കിട്ടുള്ളൂടാ. സാറിന് ഫുഡ് മറ്റേ ചോറൊന്നും രാത്രി തരത്തില്ല. ഞാൻ ഇവിടുന്ന് വെളിയിൽ ചാടുമ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അല്ലെങ്കിൽ വൈഫ് തരത്തില്ല, ഡയബറ്റിക് ആയതുകൊണ്ട് തരത്തില്ല. അപ്പൊ ഇന്ന് ചപ്പാത്തി ഉണ്ട്. ഞാൻ ചോറും ജ്യൂസും എല്ലാം ഞാൻ സൂപ്പറായിട്ട് മാറ്റി കഴിക്കും. വീട്ടുകാരൊന്നും അറിയത്തില്ല. വീട്ടുകാരെനിക്ക് അലുവയൊന്നും തരത്തില്ല.
അതുകൊണ്ട് ഇതെല്ലാം അവിടെ വന്നിട്ടാണ് മേടിച്ച് കഴിക്കണം. അപ്പൊ ഇന്നിപ്പം ചപ്പാത്തിയും കഴിച്ച ചിക്കനും ഒക്കെ കഴിച്ചു. ഇനി ഒന്ന് കുളിക്കണം. കുളിച്ച് റെഡിയായി പിന്നെ ടി വിയിൽ പ്രോഗ്രാം കാണും. ഇവിടെ രാത്രി 12 മണിയാകുമ്പോൾ പ്രോഗ്രാം ഉണ്ടല്ലോ, അതും കണ്ടോണ്ടിരിക്കണം. അത് തന്നെ അന്നത്തെ പരിപാടി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓക്കെ സാർ. ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ.